ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മുടെ ചാനലിൽ പുതിയൊരു സ്റ്റോറിയായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് മഹേഷ്. ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു യഥാർത്ഥ അനുഭവമാണ്. കോഴിക്കോട് സ്വദേശിയാണ്. ഇപ്പോൾ ഗൾഫിൽ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 3 വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ നാടൊന്ന് കാണുവാൻ തിരികെ എത്തിയത്. എന്നെക്കുറിച്ച് പറയാം. എനിക്കിപ്പോൾ പ്രായം 25 ആകുന്നു. അത്യാവശ്യം പൊക്കവും ഉരുക്ക് പോലെയുള്ള ശരീരവുമാണ് എനിക്കുള്ളത്. ഗൾഫിൽ വെയിലിൽ കിടന്ന് പണിയെടുത്തത് കൊണ്ടാവാം പഴയ അത്ര നിറമൊന്നും ഇപ്പോൾ ഇല്ല. എങ്കിലും വെളുപ്പ് തോന്നിക്കുന്ന ഇരുണ്ട നിറമുള്ള ശരീരമാണ് എൻ്റേത്. കാണുവാനും അത്യാവശ്യം കുഴപ്പമില്ല. ലീവിന് നാട്ടിൽ വന്നപ്പോൾ തൊട്ട് ട്വിസ്റ്റുകളുടെ ഒരു കലവറയായിരുന്നു. ഞാൻ അനുഭവിക്കാത്ത പലതരം അനുഭവങ്ങൾ എന്നിലേക്ക് വന്നു ചേർന്നു. എല്ലാം ബാംഗ്ലൂർ എന്ന സ്വപ്ന നഗരം എനിക്കായി സമ്മാനിച്ച ചില വിരുന്നുകൾ. പക്ഷേ അതൊക്കെ അനുഭവിക്കാൻ അധികം സമയം എനിക്ക് ലഭിച്ചില്ല. കാരണം 1 മാസമായി നാട്ടിലേക്ക് തല പോലും കാണിക്കാത്ത എനിക്ക് അച്ഛൻ്റെ വായിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ടായിരുന്നു. അവസാനം എൻ്റെ സുഖങ്ങൾക്ക് യാത്ര പറഞ്ഞ് ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു. അച്ഛൻ, അമ്മ, പെങ്ങൾ അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് എൻ്റേത്. ഏറെ കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറ്റിയത് ഞാൻ ജോലിക്ക് പോയത് ശേഷമാണ്. അതിൻ്റെയൊക്കെ ബഹുമാനവും വീട്ടിലും നാട്ടിലും എനിക്കുണ്ടായിരുന്നു. 3 മാസം ലീവിന് വന്ന് ഞാൻ 2-ാം മാസം മുഴുവനായും നാട്ടിൽ തന്നെ അടിച്ചു പൊളിച്ചു. ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളിയും വൈകിട്ട് കുളക്കടവിലുള്ള കുട്ടികാലും ഒത്തുള്ള വെള്ളമടി എല്ലാം കൊണ്ടും ലൈഫ് സ്വർഗമായിരുന്നു. 3 കൊല്ലത്തെ അടിമ ജീവിതത്തിൻ്റെ ബാക്കി 3 മാസത്തെ ആർമാദമാണ്. ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിൽ അനിയത്തിയുടെ കല്യാണാലോചനകൾ നല്ല മുറയ്ക്ക് നടന്നുപോയി. ഒരെണ്ണം ഉറപ്പിച്ച മട്ട. മിക്കവാറും ഞാൻ പോകും മുമ്പ് നിശ്ചയം കാണും. കൂടെ എനിക്കും പെണ്ണ് നോക്കുന്നുണ്ട്. അടുത്ത ലീവിന് 2ഉം ഒന്നിച്ച് നടത്താം എന്നൊക്കെയാണ് പറയണത്. ഞാൻ അതിനൊന്നും വലിയ താല്പര്യം കൊടുത്തിട്ടില്ല. എല്ലാം മരുന്നെടുത്ത് വെച്ച് കാണാം. അങ്ങനെ 2-ാം മാസവും കടന്നുപോയി. ഒരു ദിവസം കുളക്കടവിലെ കള്ളുകുടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്ന എൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. എടുത്തു നോക്കിയപ്പോൾ അപരിചിതമായ ഒരു നമ്പറാണ്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. അപ്പുറത്ത് നിന്നുടനെ, എന്താടാ നാറി, ഫിറ്റാണാ നീ? ശബ്ദം കേട്ട് എനിക്ക് ആളെ പിടികിട്ടി. ടോണി വർഗീസ്. 1-ാം ക്ലാസ് തൊട്ട് പ്രീ ഡിഗ്രി വരെ എൻ്റെ കൂടെ ചങ്കും തോളുമായി നടന്നവൻ. ജീവിതത്തിലെ തിരക്കുകൾ കാരണം ഞങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലാതായതാണ്. എങ്കിലും കേട്ടറിവ് വെച്ച് ഇവൻ എറണാകുളത്ത് പണിക്ക് പോയി ഏതോ പെണ്ണിനെ വളച്ച് കിട്ടിയെന്നും പിന്നെ വയനാട് ഒരു ഹോട്ടലൊക്കെ ആയിട്ട് രണ്ടും അങ്ങോട്ട് മാറിയെന്നും എനിക്കറിയാം. നമ്പറൊന്നും ഇല്ലാത്ത കൊണ്ട് കൂടുതലായൊന്നും ആരും അറിഞ്ഞില്ല. വേറെ ആരെയും അവൻ വിളിക്കാറില്ല എന്നാണ് കേട്ടത്. ഞാൻ അങ്ങനെ സംസാരം തുടങ്ങി. ടോണി, ഡാ മൈത്താണ്ടി മോനെ, നീ ചത്തില്ലേടാ? ഞാൻ ചാവാനോ? നിന്നെപ്പോലുള്ള പരട്ടകളെ അടക്കം ചെയ്തിട്ടേ ഞാൻ പോകൂടാ പുല്ലേ. നീ നാട്ടിലുണ്ടെന്ന് സുമേഷാ പറഞ്ഞത്. അറിഞ്ഞപ്പോൾ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഞാൻ വേച്ച് നടന്ന് ഒരു മതിലിൽ ചാരിയിരുന്ന് ചോദിച്ചു. അവനാണോ പറഞ്ഞത്? അവനൊരു മാക്രിയാണ്. നീ എവിടെയാടാ കുരുപ്പേ? കുറേ കാലമായല്ലോ നിൻ്റെയൊക്കെ വിവരം അറിഞ്ഞിട്ട്. നീ ആ കൊച്ചിനെ കെട്ടി വയനാട് സെറ്റിലായി എന്നൊക്കെ കേട്ടല്ലോ. സത്യമാണോ? അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വൈത്തിരിയിൽ ഒരു ചെറിയ ഹോം സ്റ്റേയും കാര്യങ്ങളുമായിട്ട് പോകുന്നു. നീ ഗൾഫിൽ പോയിട്ട് അങ്ങ് വലിയ മുതലാളി ആയെന്നാണല്ലോ നാട്ടിലെ വർത്താനം. ഇപ്പോൾ വെളിപ്പുറത്തുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുക. നീ എന്താടാ ഈ സമയത്ത് കുടിച്ചിട്ട് പാതിരാത്രി വർത്താനം പറയുന്നത്? പിന്നെ ഗൾഫിൽ പോയിട്ട് ഞാൻ അവിടെ എണ്ണ കുടിച്ചിട്ടാണോ ജീവിക്കുന്നത്? അവിടെ കിടന്ന് നരകിച്ചിട്ട് നാട്ടിൽ വന്നതാടാ. ഇവിടെ ഈ കുളക്കടവും കൂട്ടുകാരും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഈ ജീവിതം? എടാ ടോണി, സത്യം പറയട്ടെ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ വിളിച്ചെന്ന്. നിൻ്റെ ഈ സെൻറ്റിമെൻറ്റ്സ് മാറ്റിവെക്ക്. നീ പഴയ പോലെ തന്നെയാ അല്ലേടാ? കുടിച്ചാൽ ഉടനെ ഇമോഷണൽ ആകും. വീട്ടിലൊക്കെ എങ്ങനെയുണ്ട്? അമ്മാവനും അമ്മായിയും സുഖമായിട്ടിരിക്കുന്നോ? ആടാ ടോണി, എല്ലാവർക്കും സുഖം.
പെങ്ങളുടെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നാലെ കൂടും വീട്ടുകാർ. നീ എൻ്റെ കല്യാണത്തിനെക്കുറിച്ച് മാത്രം ഇപ്പോൾ ഒന്നും ചോദിക്കരുത് കേട്ടല്ലോ. എനിക്കിപ്പോൾ തന്നെ അത് കേട്ട് മടുത്തു. ടോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ലടാ വട്ടി, ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ 2-ാം മാസം അവിടെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞെങ്കിൽ ഒന്ന് വയനാട് വരെ വരുമോ? നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ പഴയ പ്രീ ഡിഗ്രി ഗ്യാങ്ങിലെ ചിലരും കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വയനാടോ? നീ വെറുതെ മോഹിപ്പിക്കല്ലേ മൈത്താണ്ടി. എനിക്ക് വരണമെന്നുണ്ട്. പക്ഷേ അച്ഛൻ സമ്മതിക്കുമോ എന്നറിയില്ല. ഞാൻ വന്നാൽ അവിടെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവുമോ? നീ വാടാ, നിനക്ക് വേണ്ട സൽക്കാരമൊക്കെ ഞാൻ തരാം. പിന്നെ ഇവിടെ വന്നാൽ നിനക്ക് ചിലപ്പോൾ നിൻ്റെ ഈ ഗൾഫ് ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റിയ ചില ഐറ്റങ്ങൾ ഉണ്ടായേക്കാം. വരുന്നുണ്ടോ? മദ്യത്തിൻ്റെ ലഹരിയിൽ ആ പഴയ കൂട്ടുകാരൻ്റെ ക്ഷണം എനിക്ക് വലിയൊരു ആവേശമായി തോന്നി. നാട്ടിലെ ഈ കുളക്കടവ് മടുത്തിരിക്കുകയായിരുന്നു ഞാൻ. നീ പറഞ്ഞാൽ ഞാൻ വരും. ആരെയും പേടിക്കാനല്ലല്ലോ ഞാൻ ഗൾഫിൽ പോയത്. നീ ഡേറ്റ് പറ. മഹേഷ് അവിടെ എത്തിയിരിക്കും. എന്നാൽ ഈ മാസം ലാസ്റ്റ് പോരെ? അതാവുമ്പോൾ എല്ലാവരും ഉണ്ടാവും. ആഹാ, ഫസ്റ്റ് ഡാ കോപ്പേ, ഈ മാസം ലാസ്റ്റ് പെങ്ങളുടെ നിശ്ചയമാണ്. അത്രയ്ക്കൊന്നും വൈകിക്കാൻ പറ്റില്ല. ഈ ആഴ്ച തന്നെ ആയാൽ കുഴപ്പമില്ല. എന്നിട്ടാണോ ഡാ കോപ്പേ ഡേറ്റ് പറയാൻ ഡയലോഗ് ഇടണേ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫിറ്റല്ലേ അളിയ? ഓ, ഈ ആഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഞാനും നീയും മാത്രമേ കാണൂ. ബാക്കിയൊക്കെ പല വഴിക്കാ. പെട്ടെന്ന് വിളിച്ചാൽ വരില്ല. ഓ, നമുക്കൊന്നിച്ച് പെങ്ങളുടെ നിശ്ചയത്തിന് കൂടിയാൽ പോരെ? ഇപ്പം നമുക്ക് കൂടാം. അല്ല, ഏതാ സെറ്റപ്പ്? നീ കെട്ടിയ പെണ്ണിനെയും കൊണ്ട് വയനാട് പോയി നിന്നിട്ട് ഇതാണാ പരിപാടി? ടോണി പതിഞ്ഞ സ്വരത്തിൽ, എൻ്റെ അളിയ, എന്നും ചോറ് മാത്രം കഴിച്ചാൽ മടുക്കൂലേ? അവളും അങ്ങനെ ചിന്തിക്കാൻ നോക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാനൊരു ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോടാ. എന്തായാലും ഞാൻ പ്ലാൻ ചെയ്ത് നാളെ വിളിക്കാം. മറ്റേ കാര്യം ഞാൻ നാളെ വിളിക്കുമ്പോൾ പറയാം. ഓ, എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ. എവിടെടാ കെട്ടിയോള്? നീ അവളുടെ പാവാടയ്ക്കകത്താ 24 മണിക്കൂറും എന്നാ നാട്ടിലെ സംസാരം. ഞാൻ പറഞ്ഞത് കേട്ട് അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. ഓ, അതിനുള്ള സമയമായിട്ടില്ല. അവൾ അവിടെ അടുക്കളയിലാണ്. ഞാൻ കൊടുക്കാം, പരിചയപ്പെട്ട് വെച്ചോ. നിന്നെക്കുറിച്ചൊക്കെ കേട്ടറിവുണ്ട് അവൾക്ക്. ഡാ, അത് വേണോ? ഞാൻ ഫിറ്റാ. നീ സംസാരിക്കളിയ, ഞാൻ അപ്പോഴേക്കും പോയൊന്ന് കുളിച്ചിട്ട് വരാം. ടോണി അത്രയും പറഞ്ഞ് ഫോണുമായി അടുക്കളയിലേക്ക് നടന്നു. അവൻ്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. പേര് ആരതി, ഹിന്ദുവാണ്. ഇവരുടെ വീട്ടുകാരൊക്കെ ആദ്യം നല്ല ഉടക്കായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ കുട്ടികളില്ല. അതിൻ്റെ കാര്യം ഇപ്പോൾ ചോദിക്കണ്ട എന്ന് ഞാനും വിചാരിച്ചു. അവളെ ഞാൻ പണ്ട് ഇവരുടെ കല്യാണ ഫോട്ടോയിലൊന്ന് കണ്ടിട്ടുള്ളൂ. പണ്ടെന്ന് വെച്ചാൽ 2 കൊല്ലം മുമ്പ്. അവളിപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സാണ്. അധികം വൈകാതെ അവളുടെ മധുരമായ ശബ്ദം എൻ്റെ കാതിലേക്ക് ഒഴുകിയെത്തി. ആരതി ചമ്മലോടെ പറഞ്ഞു, ഹലോ. നാക്കൊന്ന് കുഴയുന്നുണ്ടെങ്കിലും ഞാൻ ശബ്ദം നേരെയാക്കി. ഹലോ, ആരതിയാണോ? ഞാൻ മഹേഷ്. ടോണി പറഞ്ഞു കാണുമല്ലോ. മനസ്സിലായി, മഹിയേട്ടനല്ലേ? ഇപ്പോഴാണല്ലോ ഒന്ന് വിളിക്കാൻ തോന്നിയത്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് പിന്നെ നിൻ്റെ കെട്ടിയവൻ നമ്പർ മാറ്റിക്കളഞ്ഞില്ലേ? വയനാട് ചുരം കയറിയപ്പോൾ പിന്നെ നമ്മളെയൊക്കെ മറന്നു. പിന്നെ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ ലുക്കുണ്ടല്ലോ ശബ്ദത്തിന്. ആരതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അയ്യോ, മഹിയേട്ടൻ വെറുതെ പറയുന്നതാ. ടോണി പറഞ്ഞിരുന്നു മഹിയേട്ടൻ വരുന്നുണ്ടെന്ന്. വരുമല്ലോ അല്ലേ? വരാ എന്നൊക്കെയാ ആ പട്ടി പറയുന്നത്. നോക്കട്ടെ ആരതി, വീട്ടിൽ നിന്ന് സമ്മതിക്കണ്ടേ? പിന്നെ അവിടെ വന്നാൽ എനിക്ക് സ്പെഷ്യലായിട്ട് വല്ലതും വെച്ച് തരുമോ? പിന്നെന്താ, മഹിയേട്ടൻ ഇങ്ങ് പോര്. അല്ല, ഏട്ടൻ എന്താ ഇഷ്ടം പറഞ്ഞാൽ അത് തന്നെ ഉണ്ടാക്കി വയ്ക്കാം. എനിക്ക് കുറച്ച് ചോറ് തന്നാൽ മതി. ചോറോ? ഇതാണോ സ്പെഷ്യൽ? ഞാൻ കരുതി വല്ല ബിരിയാണിയോ മറ്റോ ആവുമെന്ന്. ഒരാൾ ബിരിയാണി ഓഫർ ചെയ്തു. അതാ ചോറ് പറഞ്ഞേ. തനിക്ക് പറ്റുന്നതുണ്ടാക്കടോ.
ടോണി ഇടയ്ക്കിടെ പറയാറുണ്ട് പഴയ കാര്യങ്ങളൊക്കെ. കേട്ടത് വെച്ച് എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. എനിക്കും കാണണം. ടോണിയെ മാത്രമല്ല, അവനെ വീഴ്ത്തിയ ആ കക്ഷിയെ ഒന്ന് കാണണമല്ലോ. അല്ല, അവൻ അവിടെ എപ്പോഴും ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഫോൺ ഇങ്ങ് തന്നിട്ട് അവൻ മുങ്ങിയല്ലോ. ആരതി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം അങ്ങനെയാ മഹിയേട്ടാ, കുളിക്കാൻ കയറിയാൽ പിന്നെ മണിക്കൂറുകൾ കഴിയും. എന്നാൽ ശരി മഹിയേട്ടാ, ടോണി വരുമ്പോൾ പറയാം, നേരിട്ട് വരുമ്പോൾ കാണാം കേട്ടോ. ശരി ആരതി, കാണാം. ടോണിയോട് പറ ഈ ആഴ്ച തന്നെ ഒരു തീരുമാനമാക്കാൻ. ഫോൺ കട്ടായപ്പോൾ എൻ്റെ മനസ്സിൽ അവളുടെ ആ വിറയാർന്ന ശബ്ദം മാത്രം ബാക്കിയായി. ആരതി, അവൾക്ക് 22 വയസ്സേ ഉള്ളൂ എന്ന് കേട്ടിരുന്നു. കല്യാണ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ എന്തോ ഒരു പക്വത അവളുടെ സംസാരത്തിൽ എനിക്ക് തോന്നി. മദ്യത്തിൻ്റെ ലഹരിയിൽ അവളുടെ ആ മഹിയേട്ട എന്ന വിളി എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ തലേന്നത്തെ ഹാങ് ഓവർ മാറാതെ കിടക്കുമ്പോഴാണ് ടോണിയുടെ കോള് വരുന്നത്. എടാ കോപ്പേ, എഴുന്നേറ്റില്ലേ? നിൻ്റെ കെട്ടിറങ്ങിയോ? ഞാൻ കണ്ണ് തിരുമ്മി എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, ആ ഇറങ്ങി. നീ എന്തിനാടാ രാവിലെ തന്നെ വിളിച്ചു കൂവുന്നത്? ഡാ, കാര്യങ്ങളൊക്കെ സെറ്റാക്കി. നീ ഒറ്റയ്ക്കിങ്ങ് പോര്. നിനക്കായിട്ട് ഞാനൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാത്രം സാമ്രാജ്യം. ആദ്യത്തെ ദിവസം അവിടെ നമുക്ക് ആർമാദിക്കണം. നിനക്കിഷ്ടമുള്ള സാധനമൊക്കെ ഞാൻ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓ, നീ ഇത്രയ്ക്ക് ഉദാരനായോ? അപ്പോൾ നിൻ്റെ കെട്ടിയോൾ അവിടെ തനിച്ചാവില്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ നിനക്ക് ഞാനൊരു സർപ്രൈസ് കൂടെ വെച്ചിട്ടുണ്ട്. സൗമ്യ, 21 വയസ്സുള്ളൊരു കൊച്ചാ. ഇവിടെ അടുത്തുള്ള കോളേജിൽ പഠിക്കുന്നു. സംസാരവും പെരുമാറ്റവും ഒക്കെ പക്കാ ഫ്രണ്ട്ലിയാണ്. ബാക്കി നീ വരുമ്പോൾ നേരിട്ട് കണ്ടോ. ഞാൻ ലഹരിയുടെ ഓർമ്മയിൽ ഒരു കൗതുകത്തോടെ, സൗമ്യയോ? നീ പുലിയാണല്ലോടാ. നീ ആരതിയെ എങ്ങനെയോ ഒന്ന് ഒപ്പിച്ചു എന്ന് കരുതി. ഇതിപ്പോൾ അടുത്തതോ? ആരതി അറിഞ്ഞാൽ നിൻ്റെ പണി പാളില്ലേ? അതൊന്നും നീ ആലോചിച്ച് തല പോയിക്കേണ്ട. നീ ഫ്രീ ആയിട്ടിങ്ങി വാ. ആദ്യത്തെ ദിവസം നമുക്ക് സൗമ്യയോട് ഒപ്പം റിസോർട്ടിൽ ആഘോഷിക്കാം. എന്നിട്ട് പിറ്റേന്ന് നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം. ആരതിയും കണ്ട് അവളുടെ കൈകൊണ്ട് ഭക്ഷണവും കഴിച്ച് വൈകിട്ട് നിനക്ക് മടങ്ങാം. ഇതാണ് പ്ലാൻ. എങ്ങനെയുണ്ട്? പ്ലാൻ കൊള്ളാം. നീ ആ സൗമ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉറക്കം പോയി. അളിയാ, പിന്നെ എൻ്റെ വണ്ടി അച്ഛന് കൊടുത്തിട്ടാ വരണേ. ഇവിടെ ചില ഓട്ടങ്ങളുണ്ട്. എനിക്കും വണ്ടിക്കും ഒന്നിച്ചു വരാനുള്ള വകയില്ലിപ്പോൾ. നീ ബസ്സിനിങ്ങി പോര്. ഞാൻ ചുരം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാം. വണ്ടി റെഡിയാണ്. ടോണി ഫോൺ വെച്ചു. സൗമ്യ, ആ പേരും അവളുടെ പ്രായവും എൻ്റെ മനസ്സിൽ ചില കുസൃതികളുണ്ടാക്കി. റിസോർട്ടിലെ ആ രാത്രിയും പിറ്റേന്ന് ആരതിയെ കാണാൻ പോകുന്നതും ആലോചിച്ചപ്പോൾ ഗൾഫിലെ 3 വർഷത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ കിട്ടുന്ന യഥാർത്ഥ ലീവ് ഇതാണെന്ന് എനിക്ക് തോന്നി. അന്ന് രാത്രി ഞാൻ ഇൻസ്റ്റയിൽ റീലൊക്കെ കണ്ടുകൊണ്ട് കിടക്കുമ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇൻസ്റ്റയിൽ ഒരാൾ എനിക്ക് റിക്വസ്റ്റ് വിട്ടിരിക്കുന്നു. പേര് ആരതി. പേര് കേട്ടപ്പോൾ എനിക്കാദ്യം ഓർമ്മ വന്നത് ടോണിയുടെ ഭാര്യയാണ്. ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചും ഫോളോ ചെയ്ത് പ്രൊഫൈൽ എടുത്ത് നോക്കി. അവൾ ആകെ ഒരു ഫോട്ടോ മാത്രമാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ അവളും ടോണിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ ആരതിയെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. പെണ്ണിപ്പോൾ പാകത്തിന് തടിയൊക്കെ ആയിട്ടുണ്ട്. അവൾ ഹൈലൈറ്റായി കുറേ ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കയറി ഞാൻ അവളുടെ ഫോട്ടോകൾ ശ്രദ്ധിച്ചു. പെണ്ണൊരു ചരക്ക് തന്നെയാണ്. എങ്കിലും കാണിച്ചുകൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായി. പെട്ടെന്നാണ് മറ്റൊരു ഫോട്ടോ എൻ്റെ കണ്ണിലുടക്കിയത്. അത് ആരതിയുടെ ഒരു ക്ലോസപ്പ് ചിത്രമായിരുന്നു. അഴിച്ചിട്ട ചുരുണ്ട മുടിയിഴകളും ആഴമേറിയ കണ്ണുകളും ചുണ്ടിലെ കടും ചുവപ്പ് നിറവും അവളെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു. വെള്ള നിറത്തിലുള്ള ആ വസ്ത്രത്തിൽ അവൾക്കൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ഞാൻ അറിയാതെ ആ ചിത്രം സൂം ചെയ്ത് നോക്കിപ്പോയി. ടോണി പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഇവളുടെ യഥാർത്ഥ രൂപം. മറ്റൊരു ഫോൾഡറിൽ കണ്ട ചിത്രം അവളുടെ ശരീരപ്രകൃതിയെ കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു. ജീൻസും കറുത്ത ടോപ്പും അണിഞ്ഞു നിൽക്കുന്ന ആരതി ശരിക്കും ഒരു ചരക്ക് തന്നെ. പാകത്തിന് തടിയും ഒതുക്കവുമുള്ള ശരീരം,
ടോണി ഭാഗ്യവാൻ തന്നെയാണെന്ന് ഞാൻ വീണ്ടും ഉറപ്പിച്ചു. എങ്കിലും ഞാൻ അവളുടെ ചിത്രങ്ങൾ നോക്കുന്നത് ടോണിയോ അവളോ അറിയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഞാൻ ആ ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തത്. നോക്കിയപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ആര്യത്തിയുടെ മെസ്സേജ് വന്നിരിക്കുന്നു. മഹിയേട്ടാ, സുഖമാണോ? അവിടെ വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ മറുപടി ടൈപ്പ് ചെയ്തു. സുഖം ആരതി, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിനക്ക് ടോണിക്ക് സുഖമല്ലേ? അതെ മഹിയേട്ടാ. പിന്നെ ഞായറാഴ്ച മഹിയേട്ടൻ വരുമല്ലോ അല്ലേ? ടോണി പറഞ്ഞിരുന്നു മഹിയേട്ടൻ വരുമെന്ന്. ടോണി പ്ലാൻ മാറ്റി നേരത്തെ വരാൻ പറഞ്ഞ കാര്യം അവൾ അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവളായിട്ട് ഞായറാഴ്ച എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവളെ തിരുത്താൻ ഞാൻ പോയില്ല. എല്ലാം സർപ്രൈസ് ആയിരിക്കട്ടെ എന്ന് ഞാനും കരുതി. ഉറപ്പായും വരാം ആരതി. ടോണിയോട് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവിടെ വെച്ച് കാണാം. ശരി മഹിയേട്ടാ, എന്നാൽ ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഫോൺ മാറ്റി വെച്ചെങ്കിലും എൻ്റെ മനസ്സിൽ ആരതിയുടെ ആ നോട്ടവും ചിത്രങ്ങളുമായിരുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വയനാട് എനിക്കായി എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ ചെറിയൊരു ആകാംക്ഷ എന്നിലുണ്ടായി. അങ്ങനെ ആ കാത്തിരുന്ന ദിവസമെത്തി. കൊടും വെയിലിൽ KSRTC ബസ്സിൻ്റെ ജാലകത്തിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ വയനാട്ടിലേക്ക് തിരിച്ചു. മനസ്സിൽ ആരതിയുടെ രൂപവും പിന്നെ ടോണി പറഞ്ഞ ആ വിരുന്നുമൊക്കെ മാറി മാറി വരുന്നുണ്ടായിരുന്നു. ചുരം കയറുമ്പോൾ തണുത്ത കാറ്റ് എന്നെ തഴുകി കടന്നുപോയി. ചുരം കഴിഞ്ഞുള്ള സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ദൂരെ ടോണി തൻ്റെ ജീപ്പുമായി നിൽക്കുന്നത് കണ്ടു. എന്നെ കണ്ടതും അവൻ ആവേശത്തോടെ അടുത്തേക്ക് വന്നു. എടാ മഹേഷേ, വാടാ മുത്തേ, എത്ര കാലമായിടാ നിന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട്. ഞങ്ങൾ കെട്ടിപ്പിടിച്ചു. അവൻ്റെ മുഖത്ത് ആ പഴയ തെളിച്ചമുണ്ട്. പക്ഷേ സംസാരത്തിൽ എവിടെയോ ഒരു ചെറിയ നിരാശ നിഴലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്താടാ നീ ഒരുമാതിരി ചമ്മിയിരിക്കുന്നല്ലോ, എന്തു പറ്റി? ജീപ്പിലേക്ക് കയറിയിരുന്നതും ടോണി ഒരു ദീർഘനിശ്വാസത്തോടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. എടാ, പ്ലാനൊക്കെ പാളി. നിനക്ക് വേണ്ടി ഞാൻ സെറ്റാക്കിയെന്ന് പറഞ്ഞ സൗമ്യ അവൾക്ക് ഡേറ്റായി. വയറുവേദന കാരണം വരാൻ പറ്റില്ലെന്ന് ഇപ്പോഴാണ് മെസ്സേജ് അയച്ചത്. ഞാൻ ആകെ ഔട്ടായിരിക്കുവാടാ. ടോണി പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലും ചെറിയൊരു നിരാശ നിറഞ്ഞു. ആവേശത്തോടെയാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. അതില്ലാതെയായി എന്തായാലും. ഞാൻ നിരാശയോടെ പറഞ്ഞു. തൈര്, അവൾക്കിതിപ്പോൾ തന്നെ വരണമായിരുന്നോ? നീ ഇത്രയും ബിൽഡപ്പ് തന്നിട്ട് അവസാന നിമിഷം ഇങ്ങനെ പണി തന്നല്ലോടാ. എന്ത് ചെയ്യാനാടാ, അവളുടെ അവസ്ഥ മോശമാ. നീ വിഷമിക്കണ്ട. റിസോർട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ നിരാശ നമുക്ക് അവിടെ തീർക്കാം. നമുക്ക് 2 പേർക്കും മാത്രമായിട്ട് അവിടെ അടിച്ചു പൊളിക്കാം. നല്ല കള്ളും ഇറച്ചിയും ഒക്കെ ഞാൻ അവിടെ നേരത്തെ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വന്നതല്ലേ, നമുക്ക് വെള്ളം അടിച്ച് ആഘോഷിക്കാം. ശരിയാ, എന്തെങ്കിലും ആവട്ടെ. ആ ഒരു മൂഡിലായിരുന്നു ഞാൻ വന്നത്. സാരമില്ല, നമുക്ക് ആ റിസോർട്ടിലേക്ക് വിടാം. കുറേ നാളായില്ലേ നീ ഞാനും ഇങ്ങനെ ഒന്നിച്ചിരുന്നിട്ട്. ആ ചമ്മൽ നമുക്ക് മധ്യത്തിൽ മുക്കാം. ടോണി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. റിസോർട്ടിലേക്കുള്ള യാത്രയിൽ ഞങ്ങളുടെ സംസാരം വീണ്ടും പഴയ കോളേജ് കാലത്തിലേക്കും പിന്നെ വരാനിരിക്കുന്ന രാത്രിയിലെ കുടിയിലേക്കും വഴിമാറി. സൗമ്യ വന്നില്ലെങ്കിലും വയനാട്ടിലെ ആ തണുപ്പിൽ ടോണിയോടൊപ്പം ഇരിക്കാൻ പോകുന്നത് ഒരാശ്വാസമായി എനിക്ക് തോന്നി. പിറ്റേന്ന് ആരതിയെ കാണാൻ പോകാനുള്ളത് കൊണ്ട് ഈ രാത്രിയെങ്കിലും ഒന്ന് ആഘോഷിക്കണമെന്ന് ഞാനും ഉറപ്പിച്ചു. പോകും വഴി ഞാൻ പറഞ്ഞു, ഡാ ആരതി എവിടെ? നീ എന്ത് പറഞ്ഞാ ചാടിയേ? അവൾ ഡ്യൂട്ടിക്ക് പോയിരിക്കുക, നാളെ ലീവാ. പിന്നെ ഇങ്ങോട്ട് വന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് കോഴിക്കോട് വന്ന് നിന്നെ എടുത്തോണ്ട് നാളെ വീടെത്തുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ വിടത്തില്ല. കള്ളവടി വെക്കാൻ പോവാണേൽ ഏത് ഭാര്യയാ വിടാ? കള്ളവടി ഇല്ലെങ്കിലും വിടത്തില്ല മോനെ. അതെന്താടാ? അവളൊരു പ്രത്യേക ടൈപ്പാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ കള്ളു കുടിക്കാൻ പാടില്ല, കാണാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയോ. മടുത്തു. പോടാ, സംസാരം കേട്ടിട്ട് അതൊരു പാവം കൊച്ചാണ്. എൻ്റെ അളിയ, കൂടെ കിടക്കുന്ന എൻ്റെ അത്രയൊന്നും നിനക്കറിയില്ലല്ലോ. അത് ശരിയാ. അല്ല, അപ്പോൾ എൻ്റെ കൂടെ മിണ്ടാനൊക്കെ എങ്ങനെയാ സമ്മതിച്ചേ? അത് നീയൊരു ഗൾഫുകാരനല്ലേടാ. മറ്റുള്ളവരെ പോലെ എപ്പോഴും ശല്യമാവാൻ നീ നിൽക്കില്ല എന്നവക്കറിയാം.
ഓ, ബുദ്ധിരാക്ഷസിയാണല്ലോടാ നീ, എങ്ങനെ വളച്ചു? അത് വലിയ കഥയാ, ഞാനത് അവളുള്ളപ്പോൾ പറയാം, അതല്ലേ ത്രില്ല്. ഓ, എന്നാ നീ പറയണ പോലെ ആവട്ടെ. ഡാ, കള്ളും കപ്പയും ഒക്കെ റെഡിയാണ്, പക്ഷേ വിദേശിയില്ല, വാങ്ങിയിട്ട് പോണോ? വേണ്ട, ബാഗിലുണ്ട്. വിദേശി രാത്രിയിലെടുക്കാം, പകല് ചെത്തുകള്ളാ മുറ്റ്. ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും വണ്ടി റിസോർട്ടിലേക്ക് എത്താറായിരുന്നു. അവസാനം 1 കിലോമീറ്റർ ഒരു കയറ്റമാണ്. ഒരുവിധം വണ്ടിയൊക്കെ അതിൻ്റെ 3/4 ഭാഗത്ത് വെച്ചേ നിന്നു പോകും. പക്ഷേ ടോണിയുടെ ജീപ്പ് എങ്ങനെയോ കയറിപ്പോയി. ചെന്ന പാടെ 2 ആളുടെയും ID വാങ്ങി ഫോട്ടോ എടുത്ത് മാനേജർ ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോയി. ഒരു മലമുകളിലാണ് റിസോർട്ട്. അധികം ഗസ്റ്റുകളൊന്നുമില്ല. കാണാൻ വലിയ തരക്കേടില്ലാത്ത ചുറ്റുപാടും. പഴയ വയനാടൻ തണുപ്പ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. എങ്കിലും ചെറിയ തണുപ്പുണ്ട്. റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റ് തൊട്ട് മാനേജർ വരെ ആണുങ്ങൾ. കളിമൂട് വിട്ട സ്ഥിതിക്ക് അടിമൂട് പിടിക്കാൻ ഞാനും തീരുമാനിച്ചു. അയാൾ ഞങ്ങളെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരൊറ്റ മുറിയാണ്. വളരെ മനോഹരമായ ഡബിൾ ബെഡൊക്കെയുള്ള മനോഹരമായ മുറി. മുറിയിലെ ടേബിളിന് മുകളിൽ കള്ള്, കപ്പ, കരിമീൻ, മീൻകറി എന്നിങ്ങനെ ഒരു നിര തന്നെയുണ്ട്. ഞാൻ ആ ബെഡിലേക്ക് ചാടി വീണു. സ്പ്രിങ് ആയതിനാൽ അത് കിടന്ന് ചാടി. ഞാൻ പറഞ്ഞു, അളിയ, ഒരു ചരക്കിനെ കൊണ്ടുവന്ന് പൂശാൻ പറ്റിയ ലൊക്കേഷൻ. സൗമ്യ മിസ്സായി. ടോണി കള്ളുപാത്രത്തിൻ്റെ അടപ്പ് തുറന്നുകൊണ്ട് പറഞ്ഞു, നീ അത് വീണ്ടും ഓർമ്മിപ്പിക്കല്ലേടാ തെണ്ടി. എൻ്റെ സകല മൂടും പോയിരിക്കുക. നീ ആ സ്പ്രിംഗ് ബെഡിൽ കിടന്ന് ചാടാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. ഈ കള്ളിൻ്റെ മണം അടിച്ചാൽ നിൻ്റെ സങ്കടമൊക്കെ പമ്പ കിടക്കും. ടോണി ഗ്ലാസ്സുകളിലേക്ക് കള്ള് പകർന്നു. കപ്പയുടെയും മീൻകറിയുടെയും മണം മുറിയിലാകെ പരന്നു. ഞാൻ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തിരുന്നു. ഞാൻ ഒരു കഷ്ണം കപ്പ വായിലെടുത്തിട്ടു. ഇതിനു വേണ്ടി മാത്രമാണെങ്കിലും ഈ ചുരം കയറി വന്നത് മുതലായി. നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അല്ലെങ്കിൽ ഈ തണുപ്പത്ത് ഇങ്ങനെ അടിക്കുന്നത് ഒരു സുഖം തന്നെയാണ്. ടോണി ഒരടി അടിച്ച് ഗ്ലാസ് താഴെ വെച്ചു. അതൊക്കെ പോട്ടടാ, നീ ആരതിയുടെ ഫോട്ടോ കണ്ടിട്ട് അവളെക്കുറിച്ച് പാവമാണെന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ നീ ഒരു കാര്യം ആലോചിച്ച് നോക്കിയോ? നീ വന്ന കാര്യം പോലും അവൾക്കറിയില്ല. നാളെ നീ അവളുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് കാണണം. ചിലപ്പോൾ നിനക്ക് കണക്കിന് കിട്ടും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ പട്ടി, അവൾ എന്നെ മഹിയേട്ട എന്നൊക്കെയാണ് വിളിക്കുന്നത്. നീ പേടിപ്പിക്കുന്നത് പോലെ അത്ര വലിയ വില്ലത്തിയൊന്നും ആവില്ല അവൾ. അല്ലെങ്കിലും നിന്നെ അവൾ പേടിപ്പിച്ച് നിർത്തുന്നതിൻ്റെ സുഖം വേറെയായിരിക്കും. അതാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ടോണി അല്പം ഫിറ്റായി തുടങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു, നീ നാളെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അവളെ വളച്ചെടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം. അത്ര എളുപ്പത്തിൽ ആരെയും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. എന്തായാലും നിൻ്റെ കയ്യിലുള്ള വിദേശി ഇപ്പോൾ എടുക്കണ്ട. ഈ കള്ള് തീർത്തിട്ട് നമുക്ക് രാത്രിയിൽ അത് മൂച്ചിനെടുക്കാം. മദ്യത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ സംസാരം ആരതിയിൽ നിന്നും പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളിലേക്ക് വഴിമാറി. ആ തണുത്ത വൈകുന്നേരം മദ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ലഹരിയിൽ അലിഞ്ഞു ചേർന്നു. സൗമ്യയുടെ അഭാവമുണ്ടാക്കിയ നിരാശ പതുക്കെ പതുക്കെ ആ കള്ളിൽ മുങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, നാളെ എന്തായാലും നിൻ്റെ വീട് വരെ വരണമല്ലോ. അവിടെ ചെല്ലുമ്പോൾ ഈ കള്ളിൻ്റെ മണമൊക്കെ മാറ്റി നല്ല കുട്ടപ്പനായിട്ട് വേണം പോവാൻ. അല്ലെങ്കിൽ നിൻ്റെ കെട്ടിയവൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിടും. അതൊക്കെ നമുക്ക് സെറ്റാക്കാടാ. നീ ഇപ്പോൾ ഈ അടി നിർത്തിയിട്ട് വല്ലതും തിന്നാൻ നോക്ക്. നമുക്ക് രാത്രി കുറച്ചുകൂടി ഇരിക്കാനുള്ളതാ. രാത്രി ആയതോടെ വയനാടൻ തണുപ്പ് മുറിക്കുള്ളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. പുറത്ത് കാറ്റ് വീശുന്ന ശബ്ദം കേൾക്കാം. നാളെ ആരതിയുടെ മുന്നിലേക്ക് എത്തുന്ന ആ നിമിഷമോർത്ത് എൻ്റെ ഉള്ളിൽ ചെറിയൊരാവേശം അപ്പോഴേക്കും ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ കപ്പയും മീൻകറിയും കഴിച്ച് കള്ളു അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ടോണിക്കൊരു ബുദ്ധി തോന്നി. എടാ മഹേഷേ, ഈ റിസോർട്ടിലൊരു മനോഹരമായ സ്വിമ്മിംഗ് പൂളുണ്ട്. ഈ അടിച്ച് പൂസായ ടൈമിൽ അതിലൊന്ന് വീണാൽ നമ്മുടെ സകല ക്ഷീണവും മാറും. വാടാ, നമുക്കൊന്ന് നീരാടി വരാം. വയനാടൻ തണുപ്പും മദ്യത്തിൻ്റെ ലഹരിയും ഒത്തുചേർന്നപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. ഞങ്ങൾ 2 പേരും തപ്പിപ്പിടഞ്ഞ് പൂൾ ഏരിയയിലേക്ക് നടന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക്
ശരീരത്തിലുണ്ടായിരുന്ന ലഹരി ഒന്ന് മാറിപ്പോയെങ്കിലും ഒരു വല്ലാത്ത ഉന്മേഷം തോന്നി. കുറേ നേരം ഞങ്ങൾ ആ പൂളിൽ കിടന്ന് പഴയ കഥകൾ പറഞ്ഞു ചിരിച്ചു. കുളി കഴിഞ്ഞ് നനഞ്ഞ തോർത്ത് തോളിലിട്ട് പതുക്കെ റൂമിലേക്ക് മടങ്ങാനായി ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിലൂടെ നടന്നു. പെട്ടെന്നാണ് എൻ്റെ കണ്ണ് അവിടെ ഇരുന്ന ഒരാളിൽ ഉടക്കിയത്. അവിടെ ഒരു പെൺകുട്ടി ആരെയോ കാത്തു നിൽക്കുന്നു. ഒരു കടും പച്ച നിറത്തിലുള്ള ചുരിദാറും ചുവന്ന ലെഗിങ്സുമാണ് അവളുടെ വേഷം. കഴുത്തിൽ ഷോളില്ല. ഒതുക്കമുള്ള ശരീരവും അഴിച്ചിട്ട മുടിയുമായി അവൾ അവിടെ ഫോണിൽ നോക്കി നിൽക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ടോണി പെട്ടെന്ന് പരുങ്ങുന്നത് കണ്ടു. അവൻ എന്തോ കണ്ട് പേടിച്ച പോലെ ഒന്ന് തരിച്ചു നിന്നു. മുഖത്ത് ആവേശമൊക്കെ പോയി. വല്ലാതെ വിയർക്കുന്നത് പോലെ തോന്നി എനിക്ക്. ഞാൻ അവൻ്റെ തോളിലൊന്ന് തട്ടി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, എടാ ടോണി, ഏതാടാ ഈ ഉരുപ്പടി? ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ. നിൻ്റെ ആ പഴയ രമ്യ എങ്ങാനും ആണോ ഇത്? എൻ്റെ ചോദ്യം കേട്ടിട്ടും ടോണി ഒന്നും മിണ്ടിയില്ല. അവൻ വല്ലാതെ വിക്കി നിൽക്കുകയാണ്. അവളുടെ അടുത്തേക്ക് പോകണോ അതോ റൂമിലേക്ക് ഓടണോ എന്നറിയാത്തൊരു ഭാവം അവൻ്റെ മുഖത്ത് പടർന്നു. അവളാകട്ടെ ഞങ്ങളെ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. നനഞ്ഞ ടവലും തോളിലിട്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ആ മുഖം എവിടെയോ കണ്ടു മറന്നതുപോലെ. പെട്ടെന്നാണ് എൻ്റെ ഉള്ളിൽ മിന്നൽ പിണർ പോലെ ആ സത്യം തെളിഞ്ഞത്. ഞാൻ നേരത്തെ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ആരതിയുടെ ഫോട്ടോ, ആ കണ്ണുകളും മുടിയുമെല്ലാം അവൾ തന്നെ. അപ്പോഴേക്കും അവൾ ഞങ്ങളെ കണ്ടു കഴിഞ്ഞിരുന്നു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കയ്യിലിരുന്ന ഫോൺ മുറുക്കെ പിടിച്ച് അവൾ വേഗത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ ചെയ്ത മണ്ടത്തരം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. റിസോർട്ടിലെത്തിയ പാടെ ഞാനൊരു സെൽഫി എടുത്ത് ലൊക്കേഷൻ സഹിതം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. അത് കണ്ടിട്ടാണ് അവൾ നേരെ ഇങ്ങോട്ട് പാഞ്ഞു വന്നത്. അവൾ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ടോണിക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾ എന്താ കരുതിയത്? നുണ പറഞ്ഞ് ഇവിടെ വന്ന് കള്ളു കുടിച്ച് കൂത്താടാമെന്നോ? കോഴിക്കോട് പോവാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? ടോണി തിക്കിത്തിരക്കി. അത് മഹേഷ് വന്നപ്പോൾ അവൻ നിർബന്ധിച്ചു. മഹിയേട്ടൻ വന്ന കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ എന്നോട് എന്തിനാ നുണ പറഞ്ഞത്? ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. അവൾ ടോണിയുടെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുനിഞ്ഞു. ഞാൻ ഇടയിൽ കയറി നിന്നു. അവൾ എന്നെ ദേഷ്യത്തോടെ നോക്കിയെങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. ആരതി, നിൽക്ക്. നീ വന്നത് നന്നായി. പക്ഷേ ഈ പാതിരാത്രി നിങ്ങളിനി എങ്ങോട്ടാ പോണത്? നല്ല കാശ് കൊടുത്ത് ബുക്ക് ചെയ്ത റിസോർട്ടായത്. നിനക്ക് എന്തെങ്കിലും വഴക്ക് കൂടണമെങ്കിൽ ഈ റൂമിൽ വെച്ച് തീർത്തോ. അല്ലെങ്കിൽ നാളെ വീട്ടിൽ പോയിട്ട് ബാക്കി നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ റിസോർട്ടുകാരെന്ത് വിചാരിക്കും? ഞാൻ റൂമിൻ്റെ താക്കോൽ അവർക്ക് നേരെ നീട്ടി. ആരതി ഒന്നും മടിച്ചു നിന്നു. അവളുടെ പിണക്കം മാറിയിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞതിലെ കാര്യവും എൻ്റെ സാന്നിധ്യവും അവളെ അല്പം തണുപ്പിച്ചു. പോകാൻ അനുവദിക്കില്ല ഞാൻ. അകത്തോട്ട് കയറി ചെന്ന് സമാധാനമായിട്ട് സംസാരിക്കുക. ടോണി അവളെ പതുക്കെ ആശ്വസിപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. അവൾ അവനെ കടുപ്പിച്ച് നോക്കുന്നുണ്ടെങ്കിലും മഹേഷ് കൂടെ ഉള്ളത് കൊണ്ട് മാത്രം അനുസരിക്കുന്ന മട്ടായിരുന്നു. എല്ലാം ഒന്ന് ശാന്തമായെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വിട്ടു. റിസോർട്ടുകാർ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെ നോക്കി ഒന്നുമില്ലെന്ന മട്ടിലൊന്ന് ചിരിച്ച് കാണിച്ച് അവരുടെ കൂടെ നടന്നു. സമയം ഇപ്പോൾ രാത്രി 10 ഈ സമയത്ത് ഇവളിങ്ങോട്ട് കയറി വന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആളൊരു കില്ലാടിയാണെന്ന്. ഞാൻ അവരുടെ തൊട്ട് പുറകെയാണ്. നടക്കുന്ന സമയം ഞാൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി. ഒരു പച്ച നിറത്തിലുള്ള ചുരിദാറും ചുവന്ന ലെഗിങ്സും. അവൾക്ക് ആവശ്യത്തിനെല്ലാം ഉണ്ട്. നടക്കുമ്പോഴുള്ള പിന്നഴകിൻ്റെ താളത്തിൽ നിന്നും നോട്ടം മാറ്റാൻ നല്ല പാടാണ്. പെണ്ണ് പെട്ടെന്ന് ജോലി കഴിഞ്ഞോടി വന്നതാണെന്നുറപ്പാണ്. കക്ഷത്തിന് ചുറ്റും വലിയ അളവിൽ വിയർപ്പൊട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം. പെണ്ണിൻ്റെ വിയർപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ വീക്ക്നെസ്സാണ്. ഷോൾ ഇട്ടിട്ടില്ല. ചെറുതായി താഴ്വാരം കാണുന്നുണ്ട്. അവളുടെ ശരീര സൗന്ദര്യം ഞാൻ അങ്ങനെ ആസ്വദിച്ചിരുന്നു. പെട്ടെന്ന് അവളൊന്ന് തിരിഞ്ഞു നോക്കിയതും ഞാൻ അവളുടെ ശരീരത്തിലേക്ക് നോക്കുന്നത് ആരതി ശ്രദ്ധിച്ചു. അത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് നോട്ടം മാറ്റി. അവളും നോർമലായി തന്നെ നടന്നു.
അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ മുറിയിലേക്ക് കയറി. ആരതി കയറിയ പാടെ കണ്ടത് ഞങ്ങൾ കുടിച്ചു നിർത്ത നാടൻ കള്ളിൻ്റെ കുപ്പികളാണ്. അത് കണ്ടതും അവൾ ടോണിയെ ഒന്ന് കോപത്തോടെ നോക്കി അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഞാനതിൽ വലിയ കാതു കൊടുത്തില്ല. പൂളിൽ കുളിക്കാൻ പോയപ്പോൾ ഇട്ട ഷോർട്സ് മാറ്റി ഒരു ട്രാക്ക് പാൻറ്റും സ്ലീവ്ലെസ് ബനിയനും ഇട്ടു ഞാൻ. വഴക്കിനിടയ്ക്ക് ടോണി കാണാതെ ആരതി എന്നെ നോക്കുന്നത് ഞാൻ മുറിയിലെ കണ്ണാടി വഴി കണ്ടു. ഇങ്ങനെ നല്ല ബോഡിയുള്ള ആണുങ്ങളെ കണ്ടാൽ പെണ്ണുങ്ങൾ നോക്കാതിരിക്കുമോ? എനിക്ക് സ്വയം അഭിമാനം തോന്നി. ഞാൻ കൊണ്ടുവന്ന ബാഗിൽ നിന്നും 2 ബോട്ടിലെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. അത് കണ്ടപ്പോൾ ആരതിയുടെ ചീത്തവിളി ഒന്നുകൂടെ കൂടി. എല്ലാം ടോണിയോടായിരുന്നു. ഞാൻ പാവം എല്ലാം കേട്ട് അവളെ സമാധാനിപ്പിക്കാൻ കഷ്ടപ്പെടുന്നു. എനിക്ക് കണ്ടിട്ട് ചിരിയാ വന്നത്. ഞാൻ പിന്നെ റിസോർട്ട് മാനേജറെ വിളിച്ച് ഐസ് ക്യൂബ് വേണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് കൊണ്ടുവന്നു. അപ്പോഴും അവരുടെ വഴക്ക് തീർന്നിട്ടില്ലായിരുന്നു. ടോണി ഇപ്പോഴും പൂസാണ്. എൻ്റെ ഇരട്ടി കുടിയാ കുടിച്ചതവൻ. അതുകൊണ്ട് അവൻ്റെ തരിപ്പ് ഇപ്പോഴും ബാക്കിയായിരുന്നു. എനിക്കാണെങ്കിൽ വെള്ളം തട്ടിയപ്പോൾ തന്നെ എല്ലാം പോയി. ഞാൻ ആ കൊണ്ടുവന്ന ഐസ് ക്യൂബ് ഒരു ഗ്ലാസ്സിലിട്ട് ഒരു പെഗ്ഗടിച്ചു. ആ സമയമായപ്പോൾ അന്തരീക്ഷം ഒന്ന് തണുത്തതായി എനിക്ക് തോന്നി. പതിയെ ബാൽക്കണി ഡോർ തുറക്കപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ 2 ആളുമുണ്ട്. തീർന്നോടാ? ഞാൻ ചോദിച്ചു. തെണ്ടി, ഒറ്റയ്ക്കാക്കി അടി തുടങ്ങിയല്ലേ? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അടി കൂടുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറിയാൽ അതെങ്ങനെ ശരിയാവും? അതല്ലേ? ഇപ്പോൾ തീർന്നു ആരതി നിന്നെ ദേഷ്യം? അവൾ എന്നെ നോക്കി പതിയെ ചിരിച്ചു. 2 ഇരിക്ക്, സംസാരിക്കാം. അവൾ പതുക്കെ വന്ന് ബാൽക്കണിയിലെ കസേരയിലിരുന്നു. ടോണി ഇപ്പോഴും ആടുന്നുണ്ട്. അവൻ ആവേശത്തോടെ എൻ്റെ അടുത്തിരുന്നു. ഇന്നാടാ ടോണി, നിൻ്റെ കയ്യിലിരുന്നാൽ ഇത് മറിഞ്ഞു പോകും, ഞാൻ ഒഴിച്ചു തരാം. ഞാനൊരു ഗ്ലാസ് കൂടി എടുത്ത് ടോണിക്ക് പകർന്നു. ആരതി ഇത് കണ്ടിട്ടും ഒന്നും മിണ്ടിയില്ല. അവൾ പുറത്ത് ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ ആരതി, നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ? ദേഷ്യം ഇപ്പോഴും പോയില്ലേ? സമാധാനപ്പെട്. പാവം ഇവൻ ഗൾഫിൽ നിന്ന് വന്ന് എനിക്ക് വേണ്ടി ഒരു പ്ലാൻ ഇട്ടതാ. ആരതി പതിഞ്ഞ ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇവൻ പാവമാണെന്ന് തോന്നും മഹിയേട്ട. പക്ഷേ ഇവൻ്റെ ഓരോ ബുദ്ധികൾ എനിക്കറിയാം. സത്യം പറഞ്ഞാൽ മഹിയേട്ടൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒന്നും പറയാത്തത്. ടോണി ഒരടിയടിച്ച് ഗ്ലാസ് താഴെ വെച്ചിട്ട് പറഞ്ഞു. അടിപൊളി, ഇപ്പോൾ ഞാൻ വില്ലനായി, നീയും മഹേഷും ഒരു ടീമായി അല്ലേടി? എടാ മഹേഷേ, ഇവക്കറിയാം നീ വന്നാൽ ഞാൻ ഫിറ്റാകുമെന്ന്. പക്ഷെ നീയൊരു മസിലനായതുകൊണ്ട് ഇവളിപ്പോൾ നിൻ്റെ വാക്കിന് വില തരുന്നുണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താടാ, നേഴ്സായതുകൊണ്ട് ബോഡിയൊക്കെ ശ്രദ്ധിക്കുന്നവരെ കണ്ട ആരതിക്ക് പെട്ടെന്ന് മനസ്സിലാകും അല്ലേ ആരതി? ഞാൻ ചോദിച്ചപ്പോൾ അവൾ എന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു ചെറിയ കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഷോളില്ലാത്തതിനാൽ ബാൽക്കണിയിലെ ലൈറ്റിൽ അവളുടെ ആ വിയർപ്പൊട്ടിയ കഴുത്തും ശരീരവും കൂടുതൽ വ്യക്തമായി കാണായിരുന്നു. അവൾ പറഞ്ഞു, അത് ശരിയാ മഹിയേട്ട, ഹോസ്പിറ്റലിൽ വരുന്നവരിലൊക്കെ അധികവും വയറും ചാടി നടക്കുന്നവരാ. ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നവരെ കാണാൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ടോണിയോട് ഞാൻ കുറേ പറഞ്ഞതാ കുറച്ചൊന്ന് വ്യായാമമൊക്കെ ചെയ്യാൻ. ഇവന് കള്ള് കുടിക്കാനല്ലേ നേരമുള്ളൂ. ടോണി പറഞ്ഞു. നിർത്തടി, മഹേഷിൻ്റെ ബോഡി കണ്ട് നീ എന്നെ കളിയാക്കണ്ട. എടാ മഹേഷേ, കണ്ടോ, ഇവൾക്കിപ്പോഴേ നിൻ്റെ ടീമിലാവണമെന്നുണ്ട്. എന്നെ ഇപ്പോൾ വേണ്ട. നീ വെറുതെ ഓരോന്ന് പറയല്ലേടാ. അല്ല ആരതി, നീ ജോലി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നതാണോ? ആകെ ടയേർഡാണല്ലോ. അതെ മഹിയേട്ട, സ്റ്റോറി കണ്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു. ഇവൻ കോഴിക്കോട് പോവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളെ 2 പേരെയും കാണുമ്പോൾ എൻ്റെ ദേഷ്യമൊക്കെ പോയി. ആ തണുത്ത കാറ്റൊക്കെ കൊണ്ടപ്പോൾ നല്ല സുഖം തോന്നുന്നു. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഈ തണുപ്പിന് ചെറിയൊരു കഷ്ണം ചിക്കൻ എടുത്താലോ? ടോണി ഒന്നും കഴിച്ചിട്ടില്ല. ടോണി അപ്പോഴേക്കും ഗ്ലാസ്സിലെ മദ്യം തീർത്ത് ആരതിയുടെ തോളിലേക്ക് ചാരിയിരുന്നു. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചില്ല. ഒരു പ്രത്യേക താളത്തിൽ ആ രാത്രി അവിടെ വിരിഞ്ഞുകൊണ്ടിരുന്നു. ടോണിയുടെ തമാശകളും ആരതിയുടെ നാണം കലർന്ന മറുപടികളും ആ ബാൽക്കണിയിൽ ഒരു പുതിയ സൗഹൃദത്തിന് വഴി തുറന്നു. രാത്രിയിലേക്ക് വേണ്ടി ഓർഡർ ചെയ്ത ചിക്കനും പൊറോട്ടയും അവിടെ എത്തിയിരുന്നു. ഞങ്ങളതൊരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചു.
കൂട്ടത്തിൽ ഞാനൊരു ഗ്ലാസ്സും എടുത്തുകൊണ്ട് വന്നു. ആരതി അത് കണ്ട് എന്നെ ഒന്ന് അന്തം വിട്ട് നോക്കി. അല്ല, ഇതെന്തിനാ? നിനക്ക് വേണ്ടി? അയ്യോ, എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല, അവൾ പറഞ്ഞു. ഓ പിന്നെ, നീ എൻ്റെ കൂടെ കുടിക്കുമല്ലോ, പിന്നെന്താ എന്ന് ടോണി പറഞ്ഞതും ആരതി അവൻ്റെ തുടയിൽ ഒരു നുള്ള് വെച്ച് കൊടുത്തു. ആഹാ, എന്നിട്ടാണോ? അതല്ലേട്ടാ, ടോണി ഫ്രണ്ട്സിൻ്റെ കൂടെ വിടുന്നില്ല, കമ്പനി ഇല്ലെന്ന് പറഞ്ഞ് കരയുമ്പോൾ പാവം തോന്നി കുടിക്കുന്നതാ, അല്ലാതെ. ആ, അങ്ങനെ തന്നെ വിചാരിച്ച് കുടിച്ചാൽ മതി, ഇത് സ്റ്റാൻഡേർഡ് സാധനമാണ്. ഞാൻ അതും പറഞ്ഞ് ഒരു പെക്ക് ഒഴിച്ചു കൊടുത്തു, പിന്നെ ഒരു ഐസ് ക്യൂബും. അത് കണ്ട് അവൾ എന്നെ ഒന്ന് നോക്കി. എന്തേ? അല്ല, വെള്ളം. വെള്ളമോ? എടി, ഇത് ജാക്ക് ഡാനിയൽസ് ആണ്, ഇതിൽ ഐസിട്ട് കുടിക്കുന്നത് അസുഖം. ഞാൻ പറഞ്ഞത് കേട്ട് ആരതി അത് മെല്ലെ കുടിച്ചിറക്കി. ഡ്രൈ ആയതുകൊണ്ട് നെഞ്ച് ചെറുതായി കത്തുന്നതായി തോന്നി അവൾക്ക്. പിന്നെ ഇത് JD ഫയറാണ്, അപ്പോൾ ഉറപ്പായും കത്തും. അവൾ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഞാൻ തടഞ്ഞു. അവൾ എന്നെ ദയനീയമായി നോക്കി. ഒരു മിനിറ്റ് നിൽക്ക്, അതിൻ്റെ സുഖം നിനക്ക് മനസ്സിലാവും, പിന്നെ നീ വെള്ളം തൊടില്ല. ആരതി ഒന്ന് സഹിച്ചു നിന്നു. കത്തൽ മാറിയപ്പോൾ ആ മദ്യത്തിൻ്റെ സുഖം അവൾ അറിഞ്ഞു. അവൾ എന്നെ നോക്കി പതിയെ ചിരിച്ചു. ഈ സമയം കൊണ്ട് ടോണി പാമ്പായിരുന്നു. ആരതി രണ്ടാമത്തെ പെഗ് കുടിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, അല്ല ടോണി, നീ ഒരു വെൽഡിങ് പണിക്കാരൻ, ഇവളാണെങ്കിൽ നിൻ്റെ മുതലാളിയുടെ മകൾ. ഈ വലിയ വീട്ടിലെ കുട്ടി എങ്ങനെയാടാ നിൻ്റെ കൂടെ ഇറങ്ങി വന്നത്? ആ പഴയ കഥയൊന്ന് പറ. ടോണി ഒരു വലിയ പെഗ് കൂടി അകത്താക്കി കണ്ണുകൾ പാതി അടച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു. ആരതി അപ്പോഴേക്കും JDയുടെ ആ പ്രത്യേക മൂഡിലേക്ക് എത്തിയിരുന്നു. അവൾ ഇടയ്ക്കിടെ എന്നെ നോക്കി കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. ടോണി പറഞ്ഞു, എടാ മഹേഷേ, അതൊരു കഥയാ. എറണാകുളത്ത് അവളുടെ അച്ഛൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ പണിയെടുക്കുന്ന കാലം. മുതലാളിയുടെ കൊച്ചാണെന്നറിഞ്ഞിട്ടും ഞാൻ ഇവളെ കയറി വളച്ചു. പക്ഷേ ഇവൾ എൻ്റെ കൂടെ വരാനൊരു കാരണമുണ്ട്. ആരതി അവനെ തടയാൻ ശ്രമിച്ചു. ടോണി, വേണ്ട, അതൊന്നും ഇപ്പോൾ പറയണ്ട. നീ മിണ്ടാതിരിക്കടി, മഹേഷ് നമ്മുടെ ചങ്കല്ലേ. എടാ, ഇവൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു. പ്രേമമൊന്നുമല്ല, വെറും ശാരീരിക ബന്ധം മാത്രം. അതിവളുടെ വീട്ടിൽ അറിഞ്ഞതോടെ സീനായി. അച്ഛൻ ഇവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ടോണി പറയുന്നത് കേട്ട് ഞാൻ തരിച്ചിരുന്നു പോയി. ആരതി തല താഴ്ത്തി ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് സ്പൂൺ കൊണ്ട് തട്ടി കളിക്കുകയാണ്. അവളുടെ മുഖത്ത് ചെറിയൊരു നാണം കലർന്ന വിഷമം നിഴലിക്കുന്നു. ടോണി തുടർന്നു, പക്ഷേ മറ്റവും വിട്ടില്ല. ഇവളുടെ പ്രൈവറ്റ് ഫോട്ടോസും ആ രാത്രികളിലെ വീഡിയോകളും ഒക്കെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ എല്ലാം പുറത്തു വിടുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. പാവം, ഇവൾ ആകെ തകർന്നു പോയി. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ ചോദിച്ചു. ടോണി അല്പം വശ്യതയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെന്താ, ഞാനും അവളുടെ അച്ഛനും കൂടെ അവനെ തപ്പിപ്പിടിച്ചു. അവനെ പഞ്ഞിക്കിട്ട് ആ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അന്നാണ് ഇവൾക്ക് എന്നോട് ശരിക്കും കമ്പം തോന്നിയത്. അവളുടെ ആ കൊതി തീർക്കാൻ എന്നെപ്പോലൊരുത്തം വേണമെന്ന് അവൾക്ക് തോന്നിക്കാണും. വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോന്നു. ടോണി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എൻ്റെ ഉള്ളൊന്ന് വിറച്ചു. ആരതിയെപ്പോലൊരു പെണ്ണ് ഇത്രയും വലിയൊരു ഭൂതകാലമുള്ളവളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾ പതുക്കെ തല ഉയർത്തി എന്നെ നോക്കി. ആ നോട്ടത്തിൽ ഒരു തരം വശ്യതയും ഒപ്പം ആ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴുള്ള ഒരു തരം വികാരവും ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ടോണി, നീ വലിയൊരു ഹീറോ തന്നെയാടാ. ഇത്രയും വലിയൊരു കാര്യമാണോ നീ സിമ്പിളായിട്ട് പറഞ്ഞത്? അപ്പോൾ ആരതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, പഴയതൊക്കെ പോട്ടെ മഹിയേട്ടാ, ഇപ്പോൾ എല്ലാം ഈ കുരുപ്പിൻ്റെ കൂടെയല്ലേ. പക്ഷേ ടോണി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. എനിക്ക് അന്ന് തോന്നിയ ആ പേടി മാറ്റിയത് ഇവനാണ്. അവൾ JDയുടെ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. മദ്യത്തിൻ്റെ ലഹരിയിൽ അവളുടെ കണ്ണുകൾ കൂടുതൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ടോണി അപ്പോഴേക്കും ആകെ തളർന്നു പോയി. അവൻ എൻ്റെ തോളിൽ കൈവച്ച് പതുക്കെ പറഞ്ഞു, എടാ, ഇവൾ ശരിക്കും ഒരു ഐറ്റാടാ. ടോണിയുടെ ആ തുറന്നു പറച്ചിൽ ആ രാത്രിയിൽ അന്തരീക്ഷത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചു. ആരതിയെ ഞാനൊരു പുതിയ കണ്ണിലൂടെ നോക്കിക്കാണാൻ തുടങ്ങി.
ആ രാത്രിയുടെ തണുപ്പ് ആ മുറിയിലെ വായുവിൽ നിന്നും പതുക്കെ മാഞ്ഞുപോയി. ജെഡിയുടെ കടുത്ത ലഹരിയും ടോണിയുടെ തുറന്നു പറച്ചിലുകളും അന്തരീക്ഷത്തെ വല്ലാതെ ചൂടുപിടിപ്പിച്ചു. ടോണി ഇപ്പോൾ നിയന്ത്രണം പൂർണ്ണമായും വിട്ട അവസ്ഥയിലാണ്. അവൻ നാക്ക് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ മഹേഷേ, നീ വിചാരിക്കും പോലെ ഒന്നും അല്ലടാ ഇവള്. പുറമേ കാണുന്ന ഈ പാവം ലുക്കൊക്കെ വെറും ഷോയാ. പരിപാടി തുടങ്ങിയ പിന്നെ ഇവളൊരു വേറെ ജന്മവാ. ഒരു തരം ആർത്തിയാടാ ഇവക്ക്. ചിലപ്പോഴൊക്കെ ഇവളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ശരിക്കും കഷ്ടപ്പെടും. ടോണിയുടെ സംസാരം കേട്ട് ആരതിയുടെ മുഖം വിളറി. അവൾ അവനെ തടയാൻ നോക്കിയെങ്കിലും ടോണി വിട്ടില്ല. ഗൾഫിൽ നിന്ന് വന്ന നിനക്ക് ഞാനിതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? രാത്രിയായാൽ ഇവളുടെ ആ പഴയ സ്വഭാവമൊക്കെ പുറത്തു വരും. പിന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. അത്രയ്ക്ക് ഡിമാൻഡാണ് മോൾക്ക്. ആരതി നാണവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ, ടോണി മതി, നിർത്ത്. നിങ്ങൾ ആകെ ലഹരിയിലാണ്. വാ, എഴുന്നേക്ക്. അവൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ടോണിയുടെ ഭാരം മുഴുവൻ അവളുടെ ശരീരത്തിലേക്കാണ് വീണത്. അവനെ വലിച്ച് റൂമിലെ ആ ചെറിയ ബെഡിലേക്ക് കിടത്താൻ അവൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവനെ താങ്ങാനായി അവൾ കുനിഞ്ഞപ്പോൾ ഷോളില്ലാത്ത അവളുടെ കഴുത്തിലെ വിയർപ്പ് തുള്ളികൾ ലൈറ്റിൽ തിളങ്ങുന്നത് ഞാൻ കണ്ടു. ആരതിയുടെ ആ മനോഹരമായ ശരീരത്തിലേക്ക് എൻ്റെ കണ്ണുകൾ അറിയാതെ പോയി. ടോണി പറഞ്ഞ ആ ആർത്തിയെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ ഉള്ളിലും പടർന്നു. അവൾ ടോണിയെ ബെഡിലേക്ക് തള്ളിയപ്പോൾ അവളുടെ വേഷം ഒന്നുകൂടി ഇറുകി. കക്ഷത്തിന് ചുറ്റും പറ്റിപ്പിടിച്ചിരുന്ന ആ വിയർപ്പിൻ്റെ ഗന്ധം എനിക്ക് പോലും അനുഭവപ്പെട്ടു. വിയർപ്പിൽ കുതിർന്ന ആ പച്ച ചുരിദാർ അവളുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുകയാണ്. ടോണി ബെഡിൽ വീണതും ഉടനെ കൂർക്കം വലി തുടങ്ങി. എല്ലാം തുറന്നു പറഞ്ഞതിൻ്റെ ഒരു സമാധാനത്തിലാവാം അവൻ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണത്. ആരതി അണച്ചുകൊണ്ട് മുടിയൊന്ന് കോതി ഒതുക്കി തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും ലഹരിയിൽ തിളങ്ങുന്നുണ്ട്. അവൾ എന്നെ നോക്കി ഒന്ന് ശ്വാസം വിട്ടു. ആ നോട്ടത്തിൽ ഒരു ചെറിയ കള്ളച്ചിരിയും ഒപ്പം ടോണി പറഞ്ഞ രഹസ്യങ്ങൾ ഞാൻ അറിഞ്ഞതിലുള്ളൊരു വശ്യതയും ഉണ്ടായിരുന്നു. ഇവൻ ഇങ്ങനെയാ മഹിയേട്ടാ. കുടിച്ചാൽ പിന്നെ എന്തൊക്കെയാ പറയുന്നതെന്ന് അവന് പോലും അറിയില്ല. മഹിയേട്ടൻ അതൊന്നും കാര്യമാക്കണ്ട. അവൾ പതുക്കെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അവളുടെ ശരീരത്തിൽ നിന്നുള്ള ആ വിയർപ്പിൻ്റെയും ലഹരിയുടെയും സമ്മിശ്രമായ ഗന്ധം എന്നെ വല്ലാതെ വട്ടുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ടോണി ബെഡിൽ വീണതും നിമിഷങ്ങൾക്കുള്ളിൽ കൂർക്കം വലി തുടങ്ങി. അതോടെ ആ മുറിയിൽ ഒരു നിശബ്ദത പടർന്നു. ഞാനും ആരതിയും മാത്രം. അവൾ തളർച്ചയോടെ ബെഡിൻ്റെ അരികിൽ തന്നെ ഒന്ന് ചാരി നിന്നു. കയ്യിലിരുന്ന ഗ്ലാസ്സിലെ ബാക്കി വന്ന മദ്യം ഞാൻ ഒറ്റയടിക്ക് അകത്താക്കി. ആരതി പതുക്കെ നടന്ന് എൻ്റെ അടുത്തുള്ള കസേരയിൽ വന്നിരുന്നു. ജെഡിയുടെ കടുപ്പം അവളുടെ കണ്ണുകളിൽ നല്ലതുപോലെ പ്രകടമാണ്. ആ കടും ചുവപ്പ് ചുണ്ടുകൾക്കിടയിലൂടെ അവളൊന്ന് ദീർഘനിശ്വാസം വിട്ടു. ഞാൻ ചോദിച്ചു, അവൻ ഉറങ്ങി, സമാധാനമായല്ലോ? ആരതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അവൻ ഉറങ്ങിയാലേ ഇനി എനിക്ക് സമാധാനം കിട്ടൂ. മഹിയേട്ടൻ കണ്ടില്ലേ അവൻ ഓരോന്ന് വിളിച്ചു പറയുന്നത്. എനിക്ക് മഹിയേട്ടൻ്റെ മുഖത്ത് നോക്കാൻ പോലും നാണക്കേട് തോന്നുന്നുണ്ട്. അവൾ പതുക്കെ തലയുയർത്തി എന്നെ നോക്കി. ആ നോട്ടത്തിൽ ഒരു തരം വശ്യതയുണ്ടായിരുന്നു. ഷോളില്ലാത്തതിനാൽ അവളുടെ കഴുത്തിലെ വിയർപ്പ് കണികൾ ബാൽക്കണിയിലെ അരണ്ട വെളിച്ചത്തിൽ തിളങ്ങുന്നു. വിയർപ്പിൽ ഒട്ടിപ്പിടിച്ച ആ പച്ച ചുരിദാറിൽ അവളുടെ മോഹിപ്പിക്കുന്ന ശരീര സൗന്ദര്യം ഞാൻ നോക്കി നിന്നു. ഞാൻ പറഞ്ഞു, നീ എന്തിനാ ആരതി നാണിക്കുന്നത്? അവൻ നിൻ്റെ ഭർത്താവല്ലേ? അവൻ്റെ സന്തോഷങ്ങൾ അവൻ എന്നോട് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ടോണി പറഞ്ഞതിലൊക്കെ സത്യമുണ്ടോ? ഞാൻ അല്പം കുസൃതിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അവൾ ഉടനെ നോട്ടം മാറ്റി കൈവിരലുകൾ കോർത്തു പിടിച്ചു. അത് മഹിയേട്ടാ, ടോണിക്ക് എന്നെ വലിയ കാര്യമാണ്. പക്ഷേ അവൻ പറഞ്ഞതുപോലെ പ്രൈവസി ആയ കാര്യമൊക്കെ ഇത്ര തുറന്ന് പറയേണ്ടിയിരുന്നില്ല. എങ്കിലും അവനോടെനിക്ക് കടപ്പാടുണ്ട്. എൻ്റെ ജീവിതം തകരാതെ കാത്തത് അവനാണ്. കടപ്പാട് മാത്രം മതിയോ ആരതി ഒരു ജീവിതത്തിന്? നിനക്ക് കിട്ടേണ്ട ആഗ്രഹങ്ങൾ അവൻ തരുന്നുണ്ടോ? എൻ്റെ ചോദ്യം കേട്ട് അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു.
പിന്നെ പതുക്കെ കസേര ഒന്ന് നീക്കി എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അവളുടെ ശരീരത്തിൻ്റെ ചൂടും ആ വിയർപ്പിൻ്റെ ഗന്ധവും എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ടോണി പാവമാണ് മഹിയേട്ട, പക്ഷേ അവന് പലപ്പോഴും എന്നെ ഉൾക്കൊള്ളാൻ കഴിയാറില്ല. മഹിയേട്ടൻ അത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അവൾ എൻ്റെ കൈത്തണ്ടയിൽ പതുക്കെ ഒന്ന് സ്പർശിച്ചു. ആ സ്പർശനം ഒരു കരണ്ട് പോലെ എൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. അവളുടെ കണ്ണുകൾ എൻ്റെ ബോഡിയിലൂടെ പതുക്കെ പാറി നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. വർക്കൗട്ട് ചെയ്തുറച്ച എൻ്റെ കൈകളിലും നെഞ്ചിലും അവളുടെ നോട്ടം നിറഞ്ഞു നിന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകും ആരതി, ടോണിക്കില്ലാത്ത പലതും നിനക്ക് എന്നിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് നിൻ്റെ നോട്ടം പറയുന്നുണ്ട്. അവളൊന്നും മിണ്ടിയില്ല. പകരം ഗ്ലാസ്സിലിരുന്ന് ഐസ് ക്യൂബ് എടുത്ത് പതുക്കെ അവളുടെ ചുണ്ടുകളിലൊന്നുരസി. അവളുടെ സാമീപ്യം എന്നെ വല്ലാതെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഉറക്കത്തിലേക്ക് വീണ ടോണിയെ പിന്നിലാക്കി ഞങ്ങൾ രണ്ടാളും ആ വലിയ സോഫയിലേക്കിരുന്നു. ജേഡിയുടെ ലഹരി ആരതിയെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അവൾ സോഫയുടെ കുഷ്യനിലേക്കൊന്ന് ചാരി. അവൾ കണ്ണുകൾ പകുതി അടച്ചിട്ട് പറഞ്ഞു, മഹിയേട്ടാ മതി, ഇനി എനിക്ക് വയ്യ. ആകെ തല കറങ്ങുന്ന പോലെ. ഇനി ഒരു തുള്ളി പോലും കുടിക്കാൻ എനിക്ക് പറ്റില്ല. അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ അവളുടെ വിയർപ്പൊട്ടിയ കഴുത്തിലെ ഞരമ്പുകൾ തെളിയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സാരമില്ല ആരതി, നീ ഇത്രയൊക്കെ കുടിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. അല്ല, നീ ആകെ വിയർത്ത് കുളിച്ചിരിക്കുകയാണല്ലോ. ആ വസ്ത്രമൊക്കെ ദേ ശരീരത്തോട് ഒട്ടിയിരിക്കുന്നു. എൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ തളർച്ചയോടെ ഒന്ന് ചിരിച്ചു. മുടിയിഴകൾ വിരലുകൾ കൊണ്ട് പിന്നിലേക്ക് ഒതുക്കിയപ്പോൾ ആ കക്ഷത്തിന് ചുറ്റുമുള്ള വിയർപ്പ് പാടുകൾ എൻ്റെ കണ്ണിലുടക്കി. അവൾ പറഞ്ഞു, പിന്നെ വിയർക്കാതിരിക്കുമോ മഹിയേട്ടാ? ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇറങ്ങിയതാ. പോരാത്തതിന് ഈ റിസോർട്ടിലേക്കുള്ള വലിയ കയറ്റം. വണ്ടി പകുതി വഴിക്കേ വരുള്ളൂ എന്ന് ടോണി പറഞ്ഞില്ല. ആ കുന്നു മൊത്തം ഞാൻ ഓടിപ്പിടിച്ചാ വന്നത്. മാറ്റാൻ വേറെ തുണിയൊന്നും കയ്യിലില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. മഹിയേട്ടന് ഇതിൻ്റെ മണം അടിക്കുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവൾ കുറച്ചുകൂടി എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവളുടെ വിയർപ്പിൻ്റെ ആ തീക്ഷ്ണമായ ഗന്ധം എൻ്റെ നാസാര ഗന്ധങ്ങളിലേക്ക് ഇരച്ചു കയറി. അതെനിക്ക് വല്ലാത്തൊരു ലഹരിയായി തോന്നി. ഞാൻ പറഞ്ഞു, ഏയ് ഒരിക്കലുമില്ല. സത്യം പറഞ്ഞാൽ ഈ ഗന്ധം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആരതി. ഇതിനൊരു പ്രത്യേക ലഹരിയുണ്ട്. എൻ്റെ മറുപടി കേട്ട് അവൾ അമ്പരപ്പോടെ എന്നെ നോക്കി. ആ നോട്ടത്തിൽ ഒരു കൗതുകവും ചെറിയൊരു നാണവും ഉണ്ടായിരുന്നു. അതെന്താ മഹിയേട്ട അങ്ങനെ? എല്ലാവർക്കും പെർഫ്യൂമിൻ്റെ മണമല്ലേ ഇഷ്ടം? ഈ വിയർപ്പിൻ്റെ മണം ഇഷ്ടമാണെന്ന് ആരെങ്കിലും പറയുമോ? ഞാൻ പതുക്കെ അവളുടെ മുഖത്തിനടുത്തേക്ക് നീങ്ങി. എൻ്റെ ശ്വാസം അവളുടെ കവിളിൽ തട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ശബ്ദം താഴ്ത്തി വശ്യമായ രീതിയിൽ പറഞ്ഞു, പെർഫ്യൂം വെറും കൃത്രിമമല്ലേ ആരതി? അതിന് ഇത്രയും ജീവനുണ്ടാകില്ല. പക്ഷേ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ ഈ വിയർപ്പിന് അവളിലെ യഥാർത്ഥ പെണ്ണിൻ്റെ മണമുണ്ട്. അത് പുരുഷൻ്റെ ഉള്ളിലെ വികാരങ്ങളെ ഉണർത്തുന്ന ഒന്നാ. നിൻ്റെ ഈ മണം അതെന്നെ വല്ലാതെ വട്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ട് ആരതിയുടെ ശ്വാസം ഒന്ന് നിലച്ചു. അവളുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് എനിക്ക് കാണാമായിരുന്നു. അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് എന്നെ നോക്കി. ആ നോട്ടത്തിൽ ഒരു തരം കീഴടങ്ങൽ ഞാൻ കണ്ടു. ടോണി ഒരിക്കലും നൽകാത്ത ആ വശീകരണം എൻ്റെ വാക്കുകളിൽ അവൾ തിരിച്ചറിയുകയായിരുന്നു. ആരതിയുടെ മുഖത്ത് ഒരു തരം പരവശത പടരുന്നത് ഞാൻ കണ്ടു. എൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ വലിയൊരു ഓളം തന്നെ ഉണ്ടാക്കിയിരുന്നു. അവൾ പതുക്കെ നോട്ടം താഴ്ത്തി തൻ്റെ ചുരിദാറിൻ്റെ അറ്റത്ത് വിരലുകൾ കൊണ്ട് വെറുതെ കോറിക്കൊണ്ടിരുന്നു. എന്നിട്ട് വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, മഹിയേട്ടൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ടോണി ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും പറയാറില്ല. അവന് വേണ്ടത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശ്രദ്ധിക്കാറില്ല. അവളുടെ സ്വരത്തിൽ ചെറിയൊരു വിറയലുണ്ടായിരുന്നു. അവൾ പതുക്കെ സോഫയിലേക്ക് ഒന്നുകൂടി ചാരി. ആ ഇരിപ്പിൽ അവളുടെ വിയർപ്പൊട്ടിയ ശരീരം എനിക്ക് കൂടുതൽ വ്യക്തമായി. ഷോൾ ഇല്ലാത്തതിനാൽ കഴുത്തിൻ്റെ താഴെ മുതൽ മാറിടങ്ങളുടെ തുടക്കം വരെയുള്ള ആ ഭാഗത്ത് വിയർപ്പ് തുള്ളികൾ മഞ്ഞ തുള്ളികൾ പോലെ തിളങ്ങുന്നുണ്ട്.
അവൻ നിന്നെ അറിഞ്ഞിട്ടില്ല ആരതി. ഈ രൂപത്തിൽ നീ എത്ര മനോഹരിയാണെന്ന് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. നിൻ്റെ ഈ വിയർപ്പിൻ്റെ ഗന്ധം പോലും എന്നിലുണ്ടാക്കുന്ന വികാരം നിനക്ക് ഊഹിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് കേട്ട് അവൾ അറിയാതെ ഒന്നുകൂടി എൻ്റെ അടുത്തേക്ക് ചെരിഞ്ഞു. അവളുടെ കൈമുട്ട് എൻ്റെ കൈകളിൽ പതുക്കെ തട്ടി. ആ സ്പർശനത്തിൽ അവൾ ഞെട്ടിമാറിയില്ല. പകരം ഒരുതരം ആശ്വാസത്തോടെ അത് ആസ്വദിക്കുന്നത് പോലെ തോന്നി. സത്യമാണോ മഹിയേട്ടാ? ഈ ഗന്ധം പോലും ഇഷ്ടമാണോ? അത് കാരണം മഹിയേട്ടൻ എന്നോടൊരു താല്പര്യം തോന്നുന്നുണ്ടോ? അവൾ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഞാൻ നോക്കി. മദ്യത്തിൻ്റെ ലഹരിയും ആ നിമിഷത്തിൻ്റെ തീവ്രതയും കാരണം അവളുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായിരുന്നു. ആ നഴ്സ് യൂണിഫോമിനുള്ളിൽ കണ്ടിരുന്ന ആരതിയല്ല ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. ഇതെല്ലാ വിലക്കുകളും ലംഘിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ പെണ്ണാണ്. താല്പര്യം മാത്രമല്ല ആരതി, നിന്നെ ഇപ്പോൾ ഇങ്ങനെയൊന്ന് തൊടാൻ പോലും എൻ്റെ കൈകൾ തരിക്കുന്നുണ്ട്. നിൻ്റെ ആ വീർപ്പൊട്ടിയ കഴുത്തിലൊന്ന് തലോടാൻ എനിക്ക് തോന്നുന്നു. എൻ്റെ വാക്കുകൾ കേട്ടതും അവൾ പതുക്കെ കണ്ണുകൾ അടച്ചു. ഒരു സമ്മതമെന്ന മട്ടിൽ അവൾ തൻ്റെ കഴുത്ത് അല്പം ചരിഞ്ഞു തന്നു. അവളുടെ നനഞ്ഞ മുടിയിഴകൾ തോളിലൂടെ വശത്തേക്ക് ഒതുങ്ങി നിന്നു. ആ മുറിയിൽ അരണ്ട വെളിച്ചത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ടോണിയുടെ കൂർക്കം വലിക്കിടയിൽ ഞങ്ങൾക്കിടയിലെ ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നു. അവളുടെ ശരീരത്തിൽ നിന്നുള്ള ആ ചൂടും ഗന്ധവും എൻ്റെ സകല നിയന്ത്രണങ്ങളും തെറ്റിച്ചുകൊണ്ടിരുന്നു. അവൾ പതുക്കെ എൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. ആ പിടിയിൽ ഒരുതരം ആവേശമുണ്ടായിരുന്നു. ആരതിയുടെ കണ്ണുകളിലെ ലഹരിയും ആ നിമിഷത്തിൻ്റെ ചൂടും എന്നെ കൂടുതൽ ധൈര്യവാനാക്കി. ഞാൻ പതുക്കെ അവളുടെ കാതുകളിലേക്ക് മുഖമടിപ്പിച്ചു. വിയർപ്പിൽ കുതിർന്ന അവളുടെ ആ മുടിയിഴകളുടെ ഗന്ധം അപ്പോൾ എൻ്റെ സിരകളിൽ പടരുന്നുണ്ടായിരുന്നു. ആരതി, നിന്നെ എനിക്കൊന്ന് അടുത്തറിയണം. എനിക്ക് ഈ മണം വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. നീ ഒന്ന് സമ്മതിക്കുമോ? എൻ്റെ ചോദ്യം കേട്ട് അവൾ ആകെ ഒന്ന് വിറച്ചു. ലജ്ജ കൊണ്ട് അവൾ മുഖം വശത്തേക്ക് മാറ്റി. എന്നിട്ട് വിറയലോടെ പറഞ്ഞു, അയ്യോ വേണ്ട മഹിയേട്ടാ, എനിക്ക് നാണാവുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വീർത്ത് കുളിച്ച് നിൽക്കുകയല്ലേ. മഹിയേട്ടനത് അസ്വസ്ഥതയുണ്ടാകും, പ്ലീസ്. അവൾ സോഫയുടെ അറ്റത്തേക്ക് അല്പം നീങ്ങി. പക്ഷെ അവളുടെ ആ കണ്ണുകളിൽ കാണുന്ന വശ്യത എന്നെ തടയുന്ന ഒന്നായിരുന്നില്ല. നീ എന്തിനാ ആരതി പേടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ വിയർപ്പാണ് നിൻ്റെ സൗന്ദര്യം കൂട്ടുന്നത്. അതെനിക്ക് അസ്വസ്ഥതയല്ല, വലിയൊരു ലഹരിയാണ്. എനിക്ക് നിന്നെ എല്ലാ രീതിയിലും അറിയണം. പ്ലീസ് ആരതി, നീ എന്നെ തടയരുത്. ഞാൻ അവളുടെ തോളിൽ പതുക്കെ പിടിച്ച് എൻ്റെ അടുത്തേക്ക് ചേർത്തു. അവൾ ആദ്യം ഒന്നും മടിച്ചു നിന്നുവെങ്കിലും എൻ്റെ നിർബന്ധത്തിന് മുന്നിൽ അവളുടെ പ്രതിരോധം പതുക്കെ തകർന്നു. അവൾ പതുക്കെ കൈകൾ അയച്ചു. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. മഹിയേട്ടന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ആയിക്കോളൂ, പക്ഷേ എനിക്കിപ്പോഴും വല്ലാത്തൊരു പേടി തോന്നുന്നു. അവളുടെ ആ സമ്മതം കിട്ടിയതും ഞാൻ അവളെ എന്നിലേക്ക് അടുപ്പിച്ചു. പിന്നീടുള്ള നിമിഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ആസ്വദിച്ചു. പതിയെ പതിയെ ആരതിയുടെ പേടിയെല്ലാം മാറി. ടോണി അപ്പുറത്ത് കൂർക്കം വലിച്ചുറങ്ങിയാണ്. അവൻ ഉറങ്ങുന്ന അതേ മുറിയിൽ അവൻ്റെ ഭാര്യയുമായി സുന്ദരകരമായ നിമിഷങ്ങൾ പങ്കിടുമ്പോൾ സൗമ്യയോട് എനിക്ക് നന്ദി തോന്നി. ഒടുവിലേറെ നേരത്തെ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ കിതച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. ഇപ്പോൾ ഒരേ ബെഡിൽ ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന ടോണിയും ഞങ്ങളും. രാവിലെ ജനാലപ്പടികളിലൂടെ വെയിൽ അരിച്ചെത്തിയപ്പോൾ ആതിരയുടെ ഫോണിലെ അലാറം ആ മുറിയിലാകെ മുഴങ്ങി. അതൊരു ഷോക്ക് പോലെയായിരുന്നു. ഞാനും ആതിരയും ഒരേ സമയം ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ആതിര പെട്ടെന്ന് ഫോൺ കൈക്കലാക്കി അലാറം ഓഫ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ശ്വാസമടക്കി പിടിച്ച് തൊട്ടടുത്ത് കിടക്കുന്ന ടോണിയെ നോക്കി. ഭാഗ്യം, അവൻ തൻ്റെ മുഖത്ത് കിടന്ന ആരതിയുടെ ചുരിദാറും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കത്തിലാണ്. മദ്യത്തിൻ്റെ ലഹരി അവനെ അത്രയ്ക്ക് തളർത്തിയിരുന്നു. ഞാൻ ആരതിയെ നോക്കി. കഴിഞ്ഞ രാത്രിയിലെ ആ വന്യമായ പോരാട്ടത്തിൻ്റെ അടയാളങ്ങൾ അവളുടെ മുഖത്തുണ്ടായിരുന്നു. മുടി ആകെ അലങ്കോലമായി കിടക്കുന്നു. ചുണ്ടുകൾ അല്പം തടിച്ചിരിക്കുന്നു. ഞാൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു,
എന്തൊരു ഉറക്കാടാ ഇവൻ്റെത്. നമ്മളിവിടെ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ഇവൻ അറിഞ്ഞില്ലല്ലോ. ആരതി ഒന്ന് കള്ളച്ചിരി ചിരിച്ചു. അവൾ പതുക്കെ എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ടോണി ഇങ്ങനെയാ, കുടിച്ചാൽ പിന്നെ ബോധം ഉണ്ടാവില്ല. പക്ഷേ മഹിയേട്ടാ, ഇന്നലെ രാത്രി ഞാൻ ഇപ്പോഴും ആ ലഹരിയിലാണ്. മഹിയേട്ടൻ ശരിക്കും ഒരു മൃഗത്തെ പോലെ ആയിരുന്നു. അവൾ എൻ്റെ തോളിൽ തല ചായ്ച്ചു. ഞാൻ അവളുടെ തോളിൽ കൈവച്ച് പതുക്കെ ചോദിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, വേണ്ട മുൻകരുതൽ എടുത്തിരുന്നില്ല. നിൻ്റെ വയറ്റിൽ വല്ലതും ആവുമോ എന്നെനിക്ക് പേടിയുണ്ട്. മരുന്ന് വാങ്ങണ്ടേ? എൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആരതിയുടെ മുഖത്ത് ഒരു മ്ലാനത പടർന്നു. അവൾ ടോണിയെ ഒന്ന് പാളി നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, മഹിയേട്ടാ, സത്യം പറഞ്ഞാൽ അത് സംഭവിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ടോണിയെ കൊണ്ട് അതിനൊന്നും പറ്റില്ലെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായതാ. അവനാകെ അറിയാവുന്നത് വന്ന് മേലിൽ കയറാൻ മാത്രമാണ്. ഒരു പെണ്ണിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകാനുള്ള കഴിവോ അവനുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അതുകൊണ്ടല്ലേ മഹിയേട്ടൻ ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ തകർന്നു പോയത്. അവളുടെ വാക്കുകളിൽ ടോണിയോടുള്ള ചെറിയൊരു പുച്ഛവും എന്നോടുള്ള ആവേശവും ഉണ്ടായിരുന്നു. നീ പറഞ്ഞത് ശരിയാ. ടോണിക്ക് നിന്നെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണ്. പക്ഷെ അത് സംരക്ഷിക്കാൻ അവനറിയില്ല. ഇനി അതൊക്കെ പോട്ടെ, മഹിയേട്ടൻ വേഗം പോയൊന്ന് കുളിച്ചേ. ടോണി ഉണരുന്നതിന് മുമ്പ് നമുക്കെല്ലാം പഴയതുപോലെ ആക്കണം. എൻ്റെ ചുരിദാർ കണ്ടില്ലേ അവൻ്റെ മുഖത്ത്? നാണക്കേട് തന്നെ. അവൾ ചിരിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവളുടെ അഴക് നോക്കി നിൽക്കാൻ എനിക്ക് വീണ്ടും തോന്നിയെങ്കിലും സമയം വൈകുന്നത് കൊണ്ട് ഞാൻ ബാത്റൂമിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ രാത്രിയിലെ ആ ഓരോ നിമിഷവും മിന്നിമറഞ്ഞു. റിസോർട്ടിൽ നിന്നും ചെക്കൗട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ യാത്ര തിരിച്ചു. ടോണിയുടെ പഴയ ജീപ്പിലാണ് മടക്കം. ഇന്നലത്തെ കയറ്റം ഇറക്കമായതുകൊണ്ട് വണ്ടി വലിയ കുലുക്കത്തോടെയാണ് നീങ്ങുന്നത്. ടോണിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ മുൻപിലെ സീറ്റിൽ അവനൊപ്പം ഇരുന്നു. ആരതി പിറകിലെ സീറ്റിൽ ഒറ്റയ്ക്കാണ്. ടോണി ഇന്നലത്തെ ലഹരിയെക്കുറിച്ചും അടിച്ചു പൊളിച്ചതിനെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നലത്തെ നൈറ്റ് പൊളിച്ചല്ലേ മഹേഷേ? നീ വന്നതുകൊണ്ടാണ് എല്ലാം ഇത്ര ഉഷാറായത്. ഇവൾക്കും വലിയ സന്തോഷമായി. അതാ മുഖം കണ്ടാൽ അറിയാം. ഞാൻ കണ്ണാടിയിലൂടെ പിറകിലേക്ക് നോക്കി. ആരതി ജനാലയ്ക്കൽ പിടിച്ച് പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുകയാണ്. പക്ഷേ അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ കണ്ണാടിയിലൂടെ എന്നെ തപ്പി നടക്കുന്നുണ്ടായിരുന്നു. ടോണി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ച സമയം നോക്കി ഞാൻ പതുക്കെ കൈ പിറകിലേക്കിട്ടു. സീറ്റുകൾക്കിടയിലുള്ള വിടവിലൂടെ എൻ്റെ വിരലുകൾ അവളുടെ തുടയിൽ പതുക്കെ തൊട്ടു. ആ സ്പർശനത്തിൽ അവളൊന്ന് ഞെട്ടി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൾ വഴിയൊരുക്കി തന്നു. ജീപ്പ് വലിയൊരു കുഴിയിൽ ചാടിയപ്പോൾ അവൾ പതുക്കെ മുന്നിലേക്ക് ആഞ്ഞു. അയ്യോ ടോണി, ഒന്ന് പതിയെ പോകാമോ? നല്ല കുലുക്കം. കണ്ണാടിയിലൂടെ എന്താ കാണിക്കുന്നതെന്നർത്ഥത്തിൽ അവൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്കത് രസം പിടിച്ചു. ഞാൻ പതുക്കെ അത് തുടർന്നു. അവളുടെ തുടയിൽ ചെറിയ നുള്ളു കൊടുത്തു. അവൾ പിന്നിലിരുന്ന് കണ്ണാടിയിൽ കൂടി എന്നെ നോക്കി കണ്ണുരുട്ടി. ടോണി അപ്പുറത്തിരുന്ന് അവൻ്റെ ഗൾഫ് സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. തൊട്ടടുത്ത് അവൻ്റെ ഭാര്യ മറ്റൊരു പുരുഷൻ്റെ കൂടെ സന്തോഷം കണ്ടെത്തുന്നത് അവൻ അറിയുന്നേയില്ല. ആരതി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി കണ്ണുകൾ പകുതി അടച്ചു പിടിച്ചു. അവളുടെ ശ്വാസം വേഗത്തിലാകുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ടോണി വണ്ടി ഒന്ന് വെട്ടിച്ചു. അല്ല മഹേഷേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ ആലോചിക്കുന്നേ? ഞാൻ പെട്ടെന്ന് കൈ പിൻവലിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവനെ നോക്കി. ഒന്നുമില്ലടാ, ഇന്നലത്തെ ആ ഹാങ് ഓവർ മാറിയിട്ടില്ല, അതിൻ്റെ ഒരു ക്ഷീണം. ആരതി പിറകിലിരുന്ന് ഒരു ദീർഘനിശ്വാസം വിട്ടു. അവളുടെ മുഖം അപ്പോൾ ആകെ ചുവന്നു തുടുത്തിരുന്നു. ടോണിക്ക് മുന്നിൽ വെച്ചുള്ള ഈ ഒളിച്ചുകളി അവളിലെ ആ ആർത്തിയെ വീണ്ടും ഉയർത്തുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ജീപ്പിൻ്റെ കുലുക്കം ആരതിയിൽ വല്ലാത്തൊരിക്കിളി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു.
ടോണി ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പെട്ടെന്നൊരു വലിയ വളവെത്തിയപ്പോൾ റോഡിനരികിലായി ഒരു ചെറിയ തട്ടുകട ടോണിയുടെ കണ്ണിൽപ്പെട്ടു. മഹേഷേ, എനിക്ക് നല്ലൊരു കടുപ്പത്തിലുള്ള ചായ കുടിക്കാൻ തോന്നുന്നു. തലവേദന ഒട്ടും മാറുന്നില്ല. ആരതി, നമുക്ക് അവിടെ ഒന്ന് നിർത്താം. നീയും കുടിക്കുന്നോ? അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എനിക്ക് വേണ്ട ടോണി, എനിക്ക് വല്ലാത്ത തലകറക്കം തോന്നുന്നു. നിങ്ങൾ പോയി കുടിച്ചിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അവൻ എന്നെ നോക്കി ഞാനും വേണ്ടെന്ന് തീർത്തു പറഞ്ഞു. ടോണി ജീപ്പ് റോഡരികിലേക്ക് ചേർത്ത് നിർത്തി. അവൻ ചാടി ഇറങ്ങി കടയിലേക്ക് നടന്നു. അവൻ ദൂരേക്ക് നീങ്ങിയെന്നുറപ്പായതും ഞാൻ പതുക്കെ പുറകിലെ സീറ്റിലേക്ക് നീങ്ങി. എന്താ ആരതി, നിനക്ക് ശരിക്കും വയ്യേ? ആരതി എന്നെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. വയ്യായികയല്ല മഹിയേട്ടാ, ഈ വണ്ടിയുടെ കുലുക്കവും മഹിയേട്ടൻ്റെ ആ സ്പർശനവും എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അവിടെ ടോണി ചായ കുടിക്കുന്നു, ഇവിടെ എനിക്കെൻ്റെ ദാഹം തീർക്കണം. വേഗം. പുറത്ത് വെളിച്ചമാണെന്നോ ടോണി ഏത് നിമിഷവും തിരിച്ചു വരുമെന്നോ ഉള്ള പേടി ആരതിയെ വല്ലാതെ ആവേശം കൊള്ളിച്ചു. ഞാൻ പതുക്കെ അവളുടെ അടുത്തേക്കിരുന്നു. ജീപ്പിൻ്റെ സൈഡ് കർട്ടനുകൾ പകുതി താഴ്ത്തിയിട്ടിരുന്നത് കൊണ്ട് പുറത്തുള്ളവർക്ക് പെട്ടെന്നൊന്നും കാണാൻ കഴിയില്ല. പിറകിലേക്ക് പോകാൻ തടസ്സങ്ങളില്ലാത്ത ടൈപ്പ് സീറ്റായിരുന്നു അത്. ഞാൻ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തയ്യാറായി. ടോണി കടയിൽ ചായയും കുടിച്ച് സംസാരിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ ജീപ്പിനുള്ളിൽ അവൻ്റെ ഭാര്യ മറ്റൊരു ലഹരിയിൽ ആറാടുകയായിരുന്നു. പെട്ടെന്ന് ടോണി തിരിഞ്ഞു നോക്കുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പിലെ സീറ്റിലേക്ക് നീങ്ങിയിരുന്നു. ആരതി തൻ്റെ വസ്ത്രം നേരെയാക്കി ജനാലയിലൂടെ ദൂരേക്ക് നോക്കിയിരുന്നു. ടോണി ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് ജീപ്പിനടുത്തേക്ക് വന്നു. മഹേഷേ, അവിടുത്തെ ചായ കൊള്ളാം കേട്ടോ. ആരതി, നിനക്കെന്തെങ്കിലും വേണോ? ആരതി മുഖം തിരിച്ച് അവനെ നോക്കി. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും വേണ്ട ടോണി, നമുക്ക് വേഗം വീട്ടിൽ പോവാം. അവളുടെ ആ വിറയാർന്ന ശബ്ദം ടോണി കരുതിയത് അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ടാണെന്നാണ്. പക്ഷേ അതിൻ്റെ പിന്നിലെ സത്യം എനിക്കും ആരതിക്കും മാത്രം അറിയാമായിരുന്നു. വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ ആരതിയുടെ കണ്ണുകൾ കണ്ണാടിയിലൂടെ എന്നെ നോക്കി തിളങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലത്ത് 10 മണിക്ക് തന്നെ ഞാനും ടോണിയും ആരതിയും അവരുടെ വീട്ടിലെത്തി. ആദ്യമായാണ് ഞാനവിടെ പോകുന്നത്. ഒരൊറ്റ നില വീട്, പുതിയ വീട് തന്നെയാണ്. വീടിൻ്റെ 4 ഭാഗവും പുല്ലും മരങ്ങളും നിറഞ്ഞിരിക്കുന്നു. ഒരു വീട് കാണണമെങ്കിൽ 200 മീറ്റർ നടക്കണം. ഇതെന്താടാ ഒറ്റപ്പെട്ടൊരു വീട്? ഞാൻ ചോദിച്ചു. ടോണി പറഞ്ഞു, രാത്രിയിൽ ഇവളുടെ ഒച്ച നാട്ടുകാർ കേൾക്കാണ്ടിരിക്കാൻ വാങ്ങിയതാ. ടോണി അത് പറഞ്ഞതും ആരതി അവനെ പതിയെ ഒന്നടിച്ചു. ഞങ്ങൾ അങ്ങനെ ആ വീട്ടിലേക്ക് കയറി. സാമാന്യം തരക്കേടില്ലാത്ത വീടാണ്. ടോണി വാതിൽ തുറന്നതും ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഹാളിൻ്റെ വലതുവശത്തായി വലിയൊരു സോഫ സെറ്റും നടുവിലൊരു ടിവിയും ഇരിപ്പുണ്ട്. വീടിനുള്ളിൽ വല്ലാത്തൊരു തണുപ്പും ഏകാന്തതയും അനുഭവപ്പെട്ടു. മഹേട്ടൻ ഇരിക്ക്, ഞാൻ ഇപ്പോൾ വരാം. ഈ വേഷമൊന്നും മാറ്റിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവുമില്ല, ആരതി പറഞ്ഞു. അവൾ തൻ്റെ ഹാൻഡ് ബാഗും മുറുകെ പിടിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു. ആ ബാഗിനുള്ളിൽ കഴിഞ്ഞ രാത്രിയിലെ നമ്മുടെ ലഹരിയുടെ അടയാളമായ ഒരു കാര്യമുണ്ടെന്ന കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ ടോണി അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരതി ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അവളുടെ ആ വേഷം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. റോസ് നിറത്തിലുള്ള കനം കുറഞ്ഞ കോട്ടൺ തുണി കൊണ്ടുള്ള ഒരു പാൻറ്റും ബനിയനുമായിരുന്നു അവളുടെ വേഷം. ഇന്നലത്തെ ആ ആർഭാടമായ ചുരിദാറിനേക്കാൾ ഈ വസ്ത്രത്തിൽ അവൾ കൂടുതൽ വശ്യമായി തോന്നി. ആ തുണിക്ക് കനം കുറവായതുകൊണ്ട് അവളുടെ ശരീരവടവ് എത്രമാത്രം മൃദുവാണെന്ന് എനിക്ക് ഊഹിക്കാമായിരുന്നു. ടോണി പറഞ്ഞു, മഹേഷേ, നീ ഇരിക്ക്, ഞങ്ങൾ പോയി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം, വിശന്നിട്ട് വയ്യ. ടോണിയും ആരതിയും അടുക്കളയിൽ കയറി പണികൾ തുടങ്ങി. ഞാൻ ഹാളിലിരുന്ന് ഓരോന്നാലോചിച്ചു. അടുക്കളയിൽ നിന്നും അവരുടെ സംസാരവും പാത്രങ്ങൾ മുട്ടുന്ന ശബ്ദവും കേൾക്കാമായിരുന്നു. പെട്ടെന്നാണ് ടോണിയുടെ ഫോൺ ബെല്ലടിച്ചത്. അവൻ ഫോൺ എടുത്ത് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. അവൻ്റെ സ്വരത്തിൽ ചെറിയൊരു പരിഭ്രമമുണ്ടായിരുന്നു.
കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അടുക്കളയിൽ നിന്നും വെപ്രാളപ്പെട്ട് പുറത്തേക്ക് വന്നു. മഹേഷേ, ഒരു പണിയായി, കമ്പനിയിൽ നിന്ന് വിളിക്കുക, സൈറ്റിൽ എന്തോ ഒരു എമർജൻസി ഉണ്ട്, ഉടനെ അവിടെ എത്തണം, ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. അതിന് നിനക്ക് ഹോം സ്റ്റേ ബിസിനസ് അല്ലേ? ഇത് സൈഡ് ബിസിനസ് ആണടാ, ജീവിച്ചു പോണ്ടേ. അവൻ ആരതിയെ നോക്കി. അവൾ കയ്യിൽ ഒരു തവി പിടിച്ചുകൊണ്ട് അടുക്കള വാതിൽക്കൽ വന്ന് നിന്നു. ആരതി, എനിക്ക് വേഗം ഒന്ന് പോകണം. മഹേഷ് ഇവിടെ ഉണ്ടല്ലോ, നീ ഇവൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്താൻ നോക്കാം. ആരതി ഒന്നും അറിയാത്ത ഭാവത്തിൽ, അയ്യോ, ഇപ്പോൾ തന്നെ പോണോ? മഹിയേട്ടൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, വേറെ വഴിയില്ല മോളെ. മഹേഷേ, നീ ഇവളെ ഒന്ന് നോക്കിക്കോണേ, ഞാൻ പോയി റെഡിയായിട്ട് വരാം. 5 മിനിറ്റിനുള്ളിൽ ടോണി വസ്ത്രം മാറി പുറത്തേക്കിറങ്ങി. അവൻ തൻ്റെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റ് കടന്നു പോകുന്നത് വരെ ഞങ്ങൾ നോക്കി നിന്നു. അവൻ്റെ വണ്ടി അകന്നു പോയതും ആ മുറിയിലെ ഏകാന്തത ഞങ്ങളെ പൊതിഞ്ഞു. ആരതി പതുക്കെ വാതിൽ ചാരി എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. വശ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഇനി നമ്മൾ മാത്രം. ടോണി പറഞ്ഞത് കേട്ടില്ലേ മഹിയേട്ടാ, എന്നെ നന്നായി നോക്കണമെന്ന്. അവളുടെ ആ നോട്ടത്തിൽ അടുത്തൊരു കൊടുങ്കാറ്റിൻ്റെ സൂചനയുണ്ടായിരുന്നു. ടോണിയുടെ വണ്ടി അകന്നുപോയ ശബ്ദം നിലച്ചതും ആരതിയുടെ മുഖത്ത് ഒരു വല്ലാത്ത തിളക്കം വന്നു. അവൾ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. ഞാൻ സോഫയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ പിന്നാലെ ചെന്നു. അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലായിരുന്നു അവൾ. ആ റോസ് നിറത്തിലുള്ള ഇറുകിയ ബനിയൻ അവളുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നത് പിറകിൽ നിന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. കോട്ടൺ തുണി ആയതുകൊണ്ട് അവളുടെ ആ വിയർപ്പും ശരീരത്തിൻ്റെ വടിവുകളും കൃത്യമായി കാണാമായിരുന്നു. ഞാൻ ഒച്ചയുണ്ടാക്കാതെ പതുക്കെ അവളുടെ പിറകിൽ ചെന്ന് നിന്നു. പെട്ടെന്ന് എൻ്റെ കൈകൾ അവളുടെ ശരീരത്തെ കുറുകെ ചുറ്റിപ്പിടിച്ചു. ആരതി ഒന്ന് ഞെട്ടി വിറച്ചുവെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൾ എൻ്റെ കൈകളിലേക്ക് ചാഞ്ഞു. ടോണി പറഞ്ഞതല്ലേ നിന്നെ നന്നായി നോക്കണമെന്ന്, അതുകൊണ്ട് നിന്നെ പാചകത്തിൽ സഹായിക്കാൻ വന്നതാ. എൻ്റെ മുഖം അവളുടെ കഴുത്തിന് പിന്നിലെ ആ ഈറൻ മുടിയിഴകൾക്കിടയിലൂടെ അമർന്നു. അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു, മഹിയേട്ടാ, ഇങ്ങനെ നിന്നാൽ ഞാൻ എങ്ങനെ പാചകം ചെയ്യും? ടോണി വരാൻ വൈകുമെന്നല്ലേ പറഞ്ഞേ, നമുക്കിത്ര ധൃതി വേണോ? അവൾ പതുക്കെ തിരിഞ്ഞു നിന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ അവളെ ആ സ്ലാബിലേക്ക് ചേർത്ത് നിർത്തി. ധൃതിയില്ല ആരതി, പക്ഷേ ഈ വീട്ടിൽ നമ്മൾ മാത്രമാകുമ്പോൾ നിന്നെ ഇങ്ങനെ കാണുന്നത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ വസ്ത്രത്തിൽ നീ വല്ലാത്തൊരു സുന്ദരിയാണ്. ആ മഹിയേട്ടാ, ആരെങ്കിലും കാണുമെന്ന പേടിയല്ലാതെ നമ്മളിങ്ങനെ എനിക്ക് വല്ലാതെ ആകുന്നു. അവൾ എൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് എന്നെ ചുംബിക്കാൻ തൻ്റെ അധരങ്ങൾ ഉയർത്തി തന്നു. അടുക്കളയിലെ ആ മസാല ഗന്ധങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ നിന്നുള്ള ലഹരിയുടെ മണം വീണ്ടും പടരാൻ തുടങ്ങി. ഇന്നലെ രാത്രിക്ക് ശേഷം ഇങ്ങനെ ഒരു അസുലഭ നിമിഷം പെട്ടെന്ന് വന്നു ചേരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയില്ല. അടുക്കളയിൽ വെച്ച് വീണ്ടും അത്യുഗ്രൻ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. അടുക്കളയിലെ ആ വന്യമായ നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ 2 പേരും പതുക്കെ എഴുന്നേറ്റു. എല്ലാം വീണ്ടും പഴയ പോലെയാക്കി വീണ്ടും ഞങ്ങൾ മാന്യന്മാരായി. ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് ടോണി വരും മുമ്പ് ഈ പാചകം ഒന്ന് തീർക്കാം, അല്ലെങ്കിൽ അവൻ സംശയിക്കും. ഞാൻ കത്തിയെടുത്ത് പച്ചക്കറികൾ അരിയാൻ തുടങ്ങി. ആരതി അടുപ്പത്ത് പാത്രങ്ങൾ വെച്ച് കറിക്ക് റെഡിയായി. ആരതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹിയേട്ടാ, പച്ചക്കറി അരിയുന്നതിൽ ഇത്ര ശ്രദ്ധ വേണ്ട. കുറച്ചു മുമ്പുള്ള ആ വേഗത ഇതിൽ വേണ്ട കേട്ടോ. നീ എന്നെ കളിയാക്കുവാണോ കൊച്ചു കള്ളി? ഞാൻ വശ്യത നിറഞ്ഞ ഒരു ചിരി ചിരിച്ചു. അവൾ കറി ഇളക്കുന്നതിനിടയിൽ അവളുടെ പിന്നിടക്ക് ഞാൻ നോക്കി നിന്നു. എന്നെ വീണ്ടും ഭ്രാന്ത് പിടിപ്പിച്ചു. എൻ്റെ ഉള്ളിലെ മോഹം വീണ്ടും ഉണർന്നു. ഞാൻ പതുക്കെ കത്തിയെടുത്ത് താഴെ വെച്ചു. പതുക്കെ അവളുടെ പിറകിൽ ചെന്ന് ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. മഹിയേട്ടാ, ഇതെന്ത് പരിപാടിയാ? കറി കരിഞ്ഞു പോകും. ഞാനത് കേൾക്കാതെ ഓരോന്ന് തുടർന്നു. പെട്ടെന്നാണ് ഉമ്മറത്തെ കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ടിങ് ടോങ്. ആ ശബ്ദം അടുക്കളയിലെ നിശബ്ദതയിൽ ഒരു വെള്ളിടി പോലെയാണ് പതിച്ചത്. ഞങ്ങൾ 2 പേരും ഒരേപോലെ ഞെട്ടിപ്പോയി. ആരതി പെട്ടെന്ന് എന്നെ തള്ളി മാറ്റി ഭീതിയോടെ പറഞ്ഞു, മഹിയേട്ടാ, ടോണി അവൻ തിരിച്ചു വന്നെന്ന് തോന്നുന്നു.
അവൾ വെപ്രാളപ്പെട്ട് വസ്ത്രമെല്ലാം നേരെയാക്കി. ഹൃദയം പടപടാ എന്നിടിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ പിടിക്കപ്പെടുമോ? ആരതി ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് തൻ്റെ മുഖത്തെ വിയർപ്പ് പതുക്കെ തുടച്ചു മാറ്റി. അവൾ കണ്ണാടിയിൽ നോക്കാതെ തന്നെ മുടി പതുക്കെ ഒതുക്കി. ഞാൻ പറഞ്ഞു, ഞാൻ പോയി വാതിൽ തുറക്കാം, നീ ഇവിടെ തന്നെ നിന്നോ, ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്നാൽ മതി. ഞാൻ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്നു. ഒരിക്കൽ കൂടി എൻ്റെ വസ്ത്രങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം പതുക്കെ വാതിൽ തുറന്നു. പുറത്ത് ടോണി നിൽക്കുന്നു. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു തളർച്ചയുണ്ടായിരുന്നു. രക്ഷപ്പെട്ടു. സൈറ്റിലെ പ്രശ്നം പെട്ടെന്ന് തീർന്നു. നല്ല ട്രാഫിക് ആയിരുന്നു മഹേഷേ. വിശന്നിട്ട് വയ്യ. എന്തെങ്കിലും ആയോ? അവൻ യാതൊരു സംശയവുമില്ലാതെ വീടിനുള്ളിലേക്ക് കയറി. അവൻ്റെ സംസാരത്തിൽ നിന്നും അവനൊന്നും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ പതുക്കെ ശ്വാസം വിട്ടു. ആയി വരുന്നടാ, ആരതി അടുക്കളയിലുണ്ട്. ഞാൻ അവളെ ഓരോന്നരിഞ്ഞ് സഹായിക്കുകയായിരുന്നു. ടോണി നേരെ അടുക്കളയിലേക്ക് നടന്നു. ആരതി അവിടെ സ്ലാബിൽ കൈകൾ വെച്ച് വളരെ സ്വാഭാവികമായി നിന്നിരുന്നു. അവൾ അവനെ കണ്ടതും ഒരു പുഞ്ചിരി വരുത്തി. നിങ്ങൾ വന്നോ? കറി റെഡിയായി, ഇനി ചോറ് കൂടി വിളമ്പിയാൽ മതി. മഹിയേട്ടൻ നല്ലോണം സഹായിച്ചു. ടോണി അവളുടെ അടുത്തേക്ക് ചെന്ന് കഴുത്തിൽ കൈവച്ച് പതുക്കെ ചേർത്ത് പിടിച്ചു. നല്ല മണം വരുന്നുണ്ടല്ലോ മഹേഷേ. നീ ഇവളെ ഒന്ന് സഹായിച്ചെന്ന് കരുതി ഇത്രയ്ക്ക് വിയർക്കണോ? നീ ആകെ നനഞ്ഞിരിക്കുവാണല്ലോ. ടോണി ചിരിച്ചുകൊണ്ട് എൻ്റെ തോളിൽ തട്ടി. ഞങ്ങൾ രണ്ടുപേരും വീർത്ത് കുളിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ കരുതിയത് അടുക്കളയിലെ ചൂടുകൊണ്ടാണെന്നാണ്. ആ പാവത്തിന് അറിയില്ലായിരുന്നു ആ ചൂടിനേക്കാൾ വലിയൊരു തീയാണ് അവിടെ കുറച്ചു മുമ്പ് അണഞ്ഞതെന്ന്. ഞങ്ങൾ 3 പേരും ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്നു. ആരതി ഭക്ഷണം വിളമ്പുമ്പോൾ ഓരോ തവണയും അവളുടെ വിരലുകൾ എൻ്റെ കൈകളിൽ പതുക്കെ തട്ടുന്നുണ്ടായിരുന്നു. ടോണിയുടെ കണ്ണ് വെട്ടിച്ച് അവൾ എന്നെ നോക്കി കണ്ണ് ചിമ്മി. ഭക്ഷണം ഡൈനിങ് ടേബിളിൽ നിരന്നു. മീൻകറിയുടെയും ചോറിൻ്റെയും മണം ആ മുറിയിലാകെ പടർന്നു. ടോണി ആർത്തിയോടെ ഇരുന്നു. ആരതി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചോറ് വിളമ്പാൻ തുടങ്ങി. ആരതി, നീ എന്തിനാ ഇങ്ങനെ നിന്ന് കഷ്ടപ്പെടുന്നേ? നീയും കൂടെ ഇരിക്ക്, ഞാനങ്ങ് വിളമ്പിക്കോളാം. ഞാൻ അവളുടെ കൈ പിടിച്ച് പതുക്കെ തൊട്ടടുത്തുള്ള കസേരയിലേക്കിരുത്തി. ടോണിക്ക് അഭിമുഖമായാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എൻ്റെ കൈ അവളുടെ തോളിലൂടെ ചുറ്റി പതുക്കെ അവളെ ചേർത്ത് പിടിച്ചു. ടോണി ചോറ് മീൻകറി കൂട്ടി കുഴയ്ക്കുന്ന തിരക്കിലായിരുന്നു. ടോണി പറഞ്ഞു, അത് ശരിയാ മോളെ, നീയും ഇരിക്ക്. മഹേഷ് ആദ്യമായിട്ടല്ലേ വരുന്നത്, അവനൊരു മടിയുമില്ല. ഞാൻ ഒരു കൈകൊണ്ട് ടോണിക്ക് കഷ്ണങ്ങൾ വിളമ്പി കൊടുത്തു. പക്ഷേ മറ്റേ കൈകൊണ്ട് ചെറിയൊരു കുസൃതി കാട്ടി. ആരതി പെട്ടെന്നൊന്ന് ഞെട്ടി ടോണിയെ നോക്കി. അവൻ മീൻമുള്ള് കളയുന്ന തിരക്കിലായിരുന്നു. ആരതിയുടെ ശ്വാസം ഒന്ന് നിലച്ചു. അവൾ പതുക്കെ ചോറുരുളയാക്കി വായിൽ വെക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഞാൻ ഓരോ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നു. ആരതി ഇടറിയ ശബ്ദത്തിൽ, മഹിയേട്ടാ മതി, കറി വേണോന്ന് നോക്കൂ. അവൾ സംസാരം മാറ്റാൻ നോക്കിയെങ്കിലും എൻ്റെ വികൃതി കൂടി വന്നു. അവൾക്ക് ഭക്ഷണം തൊണ്ടയിൽ ഇറങ്ങാത്ത അവസ്ഥയായി. മുഖമാകെ ചുവന്നു തുടുത്തു. കണ്ണുകൾ പകുതി അടഞ്ഞു. ടോണി ചോദിച്ചു, എന്താ ആരതി, മുഖം എത്ര ചുവന്നിരിക്കുന്നത്? നല്ല എരിവുണ്ടോ കറിക്ക്? ടോണിയുടെ ചോദ്യം കേട്ടതും അവൾ പതുക്കെ വെള്ളമെടുത്ത് കുടിച്ചു. അതേ ടോണി, മുളകൽപ്പം കൂടിപ്പോയി എന്ന് തോന്നുന്നു. നല്ല എരിവ്. അവൾ കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിച്ചു. ഈ സമയം ടോണി കാണാതെ അവൾ മേശയ്ക്ക് താഴെ വെച്ച് എൻ്റെ കയ്യിലൊന്ന് നുള്ളി. ഇപ്പോൾ നിർത്തൂ എന്നതായിരുന്നു ആ നുള്ളിൻ്റെ അർത്ഥം. പക്ഷേ അവൾ അനുഭവിക്കുന്ന ആ സുഖവും പേടിയും കലർന്ന ഭാവം കണ്ടപ്പോൾ എനിക്ക് ആവേശം കൂടുകയായിരുന്നു. ടോണി സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ചു തീർത്ത് കൈ കഴുകാൻ എഴുന്നേറ്റു. ആരതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, മഹിയേട്ടാ, നിങ്ങൾ എന്നെ കൊലയ്ക്ക് കൊടുക്കും. ടോണി ഇപ്പോൾ കാണും. അവൾ എന്നെ കള്ളക്കണ്ണാലെ നോക്കി പേടിപ്പിച്ചു. പക്ഷെ അവളുടെ ആ നോട്ടത്തിൽ ഇതൊന്നും നിർത്തണ്ട എന്നൊരാഗ്രഹം കൂടി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ടോണി ഹാളിനടുത്തുള്ള ബെഡ്റൂമിൽ പോയി പതുക്കെ മയക്കത്തിലേക്ക് വീണു. വയറുമുട്ടെ തിന്നു കഴിഞ്ഞ ഈ ഉറക്കം അവന് പണ്ടേ പതിവാണ്. എനിക്കിന്ന് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായത്.
ടോണി ഉറങ്ങിയെന്ന് ഉറപ്പായതും ആരതി അടുക്കളയിലെ പാത്രങ്ങൾ കഴുകാനെന്ന വ്യാജേന അങ്ങോട്ട് പോയി. ഞാൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു. ആരതി വാതിൽക്കൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ അവളുടെ പിറകിലൂടെ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, മഹേട്ടാ, അവൻ അവിടെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ എന്തേലും ചെയ്താൽ അവൻ ഉണരും. പക്ഷേ എനിക്കിപ്പോൾ നിങ്ങളെ വിടാനും തോന്നുന്നില്ല. അവളുടെ ഹൃദയമിടിപ്പ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഭയവും കാമവും കലർന്ന ആ നിമിഷങ്ങൾ വല്ലാത്തൊരു ലഹരിയായിരുന്നു. സാരമില്ല ആരതി, നമുക്ക് ഈ ഏകാന്തത മുതലെടുക്കാം. അവൻ വരുന്നത് വരെ നമുക്ക് നമ്മുടെ ലോകത്തിരിക്കാം. ഞങ്ങളുടെ റൊമാൻറ്റിക് നിമിഷങ്ങളിലേക്ക് വീണ്ടും ഞങ്ങൾ കടന്നു. ടോണി തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി ആനന്ദത്തിൽ ആറാടുകയായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ ടോണി ഉറങ്ങുന്നുണ്ടെന്ന സത്യം ഞങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടി. പിടിക്കപ്പെടുമെന്ന ഭയം നൽകുന്ന ആവേശം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. വീണ്ടും ഞങ്ങളുടെ സുന്ദരമായ നിമിഷങ്ങൾക്ക് അടുക്കളയുടെ ചുമർ സാക്ഷിയായി. വൈകുന്നേരം 4 മണിയായപ്പോഴേക്കും മടക്കയാത്രയ്ക്കുള്ള സമയമായി. ടോണിയും ആരതിയും എന്നെ വിടാൻ KSRTC സ്റ്റാൻഡിലേക്ക് വന്നു. ടോണി പതിവ് പോലെ സന്തോഷവാനായി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. മഹേഷേ, നീ വന്നത് വല്ലാത്ത ഉപകാരമായി. എത്ര കാലത്തിനു ശേഷമാണ് നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത്. നീ ഇടയ്ക്ക് വരണം കേട്ടോ. ഞാൻ തലയാട്ടി. പക്ഷേ എൻ്റെ കണ്ണുകൾ ആരതിയെ തിരയുകയായിരുന്നു. അവളൊരു വലിയ സങ്കടം ഒളിപ്പിച്ച് വെച്ചതുപോലെ ദൂരേക്ക് നോക്കി നിന്നു. സ്റ്റാൻഡിലെ ബഹളങ്ങൾക്കിടയിൽ ഞങ്ങൾ 2 പേരും പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടന്ന ആ വന്യമായ നിമിഷങ്ങളുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. ബസ് വന്നപ്പോൾ ഞാൻ ബാഗ് എടുത്തു. ടോണി എനിക്ക് കൈ തന്നു. ആരതി അല്പം മാറി നിന്ന് എന്നെ നോക്കി. അവളുടെ കണ്ണുകളിൽ ചെറിയൊരു നനവ് പടരുന്നത് ഞാൻ കണ്ടു. ടോണി കാണാതെ അവൾ തൻ്റെ വിരലുകൾ കൊണ്ട് ചുണ്ടിലൊന്ന് തൊട്ട് എനിക്കൊരു രഹസ്യ ചുംബനം നൽകി. ബസ് സ്റ്റാൻഡിൽ നിന്നും നീങ്ങിയപ്പോൾ ഞാൻ ജനാലയിലൂടെ നോക്കി. ആരതി ടോണിയുടെ കൂടെ നടന്നു പോകുന്നു. അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ആ നോട്ടം എൻ്റെ ഉള്ളിലൊരു പിടച്ചിലുണ്ടാക്കി. ഒരു സുഹൃത്തിൻ്റെ ഭാര്യ എന്നതിലുപരി എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയ ആ പെണ്ണിനെ അവിടെ ഉപേക്ഷിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സിലും ഒരു വലിയ ശൂന്യത അനുഭവപ്പെട്ടു. ലീവ് കഴിഞ്ഞ് തിരികെ ഗൾഫിൽ പോയ എനിക്ക് 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ടോണിയുടെ ഫോൺ കോൾ എത്തി. അതിൽ അവൻ്റെ സന്തോഷം നിറഞ്ഞ ശബ്ദമായിരുന്നു. ഡാ, ആരതി പ്രഗ്നൻ്റ് ആണെടാ. ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ അച്ഛനാകാൻ പോകുന്നു. എൻ്റെ വക ഒരു പാർട്ടിയായിട്ട് നിൻ്റെ അടുത്ത വരവ് നമുക്ക് കൊഴുപ്പിക്കണം. കൺഗ്രാറ്റ്സ് ഡാ മോനെ, ഒടുവിൽ നീ അത് ഒപ്പിച്ചല്ലേ, മിടുക്കൻ. അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ആരതിയുടെ സ്റ്റോറി ആയിരുന്നു ഞാൻ കണ്ടത്. ഫീലിംഗ് ബ്ലെസ്ഡ്. അത് നോക്കി ഞാൻ കണ്ണ് ചിമ്മി തനിയെ ഒരു ചിരി ചിരിച്ചു. അടുത്ത ലീവ് ആരതിയുടെ കുഞ്ഞിനെ നേരിട്ട് കാണാൻ.